ഞാൻ സാറിന് പറയാറുണ്ട്, ജീവിതത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ദൈവത്തിലായിരിക്കണം, ലൈഫിൻ്റെ ബെസ്റ്റ് ദൈവത്തിലായിരിക്കണം. ലൈഫിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഏതാണ്? ബെസ്റ്റ് ടൈം ഓഫ് അവർ ലൈഫ്. ലൈഫിന് പൊതുവെ 4 സ്പാനാണ് പറയുക. ഏതൊക്കെയാ? എൻ പ്രയാണ കാലം, പാടുന്ന പാട്ടുണ്ട്, എൻ പ്രയാണ കാലം 4 വിരൽ നീളം, ആയതിൻ പ്രതാപം കഷ്ടത മാത്രം, ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ലൈഫ് എല്ലാം കേൾക്കാമല്ലോ അല്ലേ? ജീവിതത്തിൻ്റെ ലൈഫ് സ്പാൻ 4ആണ്. 4 ഏതൊക്കെയാ? ബാല്യം, പിന്നെ കൗമാരം, യൗവനം, വാർദ്ധക്യം. നമ്മൾ വേണേൽ ഇച്ചൂടൊക്കെ തെറ്റാം. ബാല്യമുണ്ട്, പിന്നെ യൗവനം, ആ ഒരു മധ്യവയസ്സിൻ്റെ ഒരു പ്രായം. എന്നാലും ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സമയം ഏതാ? യൗവനമാണ്. ഇഫ് യു ഗീവ് ദ ബെസ്റ്റ് ടു ദ ലോഡ്, ഗോഡ് ടേക്ക് റെസ്റ്റ്. നമ്മുടെ ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കാമെങ്കിൽ നമ്മുടെ റെസ്റ്റ് ആര് നോക്കിക്കോളും? ദൈവം നോക്കിക്കോളും. എല്ലാവരും പറഞ്ഞേ, ബെസ്റ്റ് ദൈവത്തിന് കൊടുത്താൽ റെസ്റ്റ് ദൈവം നോക്കും. എന്നൂടെ പറഞ്ഞേ, ബെസ്റ്റ് ദൈവത്തിന് കൊടുത്താൽ റെസ്റ്റ് ദൈവം നോക്കും. എന്നാലും സങ്കടം തോന്നാറുണ്ട്. ബെസ്റ്റ് എല്ലാവരും ലോകത്തിന് കൊടുക്കും, ബെസ്റ്റ് എല്ലാവരും അടിച്ചു പൊളിക്കും. എന്നിട്ട് ഈ റെസ്റ്റിൽ അവസാനം ICU കിടക്കുമ്പം തമ്പുരാനെ വിളിക്കുന്ന വിളിയുണ്ട്. എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയാം, പാസ്റ്ററെ മുഴുവൻ രൂപ ഇറങ്ങി വന്നിട്ട് വേണം ട്രാക്ട് കൊടുക്കാൻ പോകാൻ, നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ വിലയാണ്. ഉള്ളൂരിക്ക് പ്രാർത്ഥിക്കും, കർത്താവെ ഗതികേട് എനിക്ക് ഉണ്ടാകില്ല, കാരണം ഇങ്ങനെ കൂടെ കൊണ്ടുപോകണ്ടേ. എഴുന്നേറ്റ് കിടക്കാൻ വയ്യാത്ത പുള്ളിയെ കൊണ്ട് നമ്മൾ ചുമ്മിക്കൊണ്ട് എവിടെ പോകാനാ? ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കണേ. ഏത് പ്രായത്തിലും കർത്താവിൻ്റെ അടുത്ത് വരാം, അത് മറ്റൊരു കാര്യം. പക്ഷെ ബെസ്റ്റ് ആർക്കുള്ളതാ? ദൈവം. എല്ലാവരും പറഞ്ഞേ, ബെസ്റ്റ് ആർക്കുള്ളതാ? ദൈവത്തിനാണ്. ലൈഫിൻ്റെ ബെസ്റ്റ് ദൈവത്തിനാണ്. അതാണ് യൗവനം എന്ന് പറയുക. പക്ഷേ ഇന്ന് പലപ്പോഴും യൗവനം, അതുകൊണ്ടാണ് യൗവനം മായയാണ്. ആ യൗവനം മായയാണെന്ന് തിരിച്ചറിഞ്ഞത് ആരാണ്? ശലോമോന. പുള്ളിക്കും പ്രായമായിപ്പോയപ്പോൾ അതറിഞ്ഞ്. പുള്ളി നല്ല യൗവനത്തിൽ എഴുതിയാണെന്നാണ് പറയുന്നത് ഉത്തമഗീതം. തിളയ്ക്കുന്ന യൗവനമായിരുന്നു. എൻ്റെ കാന്തേ, എൻ്റെ പ്രേമേ, പ്രണയത്തിൻ്റെ ആളായിരുന്നു അല്ലേ? പ്രണയത്തിൻ്റെ ആളായിരുന്നു ശലോമോൻ. കുറച്ചുകൂടെ യൗവനം കഴിഞ്ഞപ്പം പുള്ളി എഴുതി സദൃശവാക്യം. ചാകാറായപ്പോൾ എഴുതി സഭാപ്രസംഗം. അന്ന് പുള്ളിക്ക് എത്തിയൊരു തിരിച്ചറിവുണ്ട്, ആ മായ സകലതും മായ, എല്ലാം മായ. പക്ഷെ തിരിച്ചറിയാൻ കുറേ സമയം എടുക്കത്തില്ലേ? നമ്മുടെ ഒരു കസിൻ പയ്യൻ പ്രേമിച്ച് കെട്ടുകയാണ്. കെട്ടുന്നിടത്ത് അപ്പം പറഞ്ഞു, മോനെ കല്യാണമൊക്കെ വരിക, നല്ലപോലെ വേദോസ്തമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കണേ. ഞാൻ വായിക്കുന്നുണ്ടെന്ന്. പുള്ളി ചോദിച്ചു, ഏതാ ഇപ്പം വായിച്ച് ധ്യാനിക്കുന്ന ഭാഗം ഏതാ? എൻ്റെ പൊന്നു പപ്പ, അമ്മ ഭയങ്കര രസികനാണ്. ഉത്തമഗീതം എന്നും ഞാൻ വായിച്ചിങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ പങ്കുവെക്കാറുണ്ട്. അച്ചായൻ പറഞ്ഞു, നല്ല കാര്യമാണ്, പക്ഷെ ഉത്തമഗീതം കഴിഞ്ഞൊരു വിലാപങ്ങളൂടെ വരുന്നുണ്ട്. ഉത്തമഗീതം കഴിയുന്ന വിലാപങ്ങൾ വരണം എന്നറിയുന്നെങ്കിൽ കുറച്ചുകൂടെ പ്രായം എടുക്കും. അപ്പം ജീവിതത്തിൻ്റെ ബെസ്റ്റ് ആർക്കുള്ളതാ? ദൈവത്തിനുള്ള. ശരിക്കും ശലോമോൻ ചിന്തിച്ചപ്പോഴും ബെസ്റ്റിലായിരിക്കാം ഉത്തമഗീതം. അതൊരു അടിപൊളി പ്രായമല്ലേ? കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴായിരിക്കാം പക്വത വന്നു സദൃശവാക്യം. പക്ഷെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒരു തിരിച്ചറിവുണ്ടായത്, എല്ലാം എന്താണ്? മായ. പൊടി കൊണ്ടായിരുന്ന പോലെ പൊടിയിലേക്ക് ചേരുകയും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പം ഭൂമിയുടെ കീഴിലുള്ള എല്ലാം മായ എന്നറിയുന്നതും മായ അല്ലാത്ത ഒന്നുണ്ടെന്നും അറിയാൻ മനുഷ്യരെല്ലാം ഇച്ചിരി വൈകും. എങ്കിലും ആ തിരിച്ചറിവ് കിട്ടാൻ വേണ്ടി പറയുകയാണ്, ഗീവ് ദ ബെസ്റ്റ് ടു ദ ലോർഡ്. എല്ലാവരും പറഞ്ഞ്, ബെസ്റ്റ് ആർക്കാ? ദൈവത്തിനാണ്. ബെസ്റ്റ് ദൈവത്തിന് കൊടുത്ത റെസ്റ്റ് ആര് നോക്കും? ദൈവം. ഒന്ന് ബെസ്റ്റ് ദൈവമാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു. രണ്ടാമത്തെ കാര്യം, ആദി ദൈവം ഉണ്ടായിരുന്നു. ദൈവം സൃഷ്ടിച്ചു. എന്തുമൂലം? ഗോഡ് ക്രിയേറ്റഡ് ദ വേൾഡ് ത്രൂ ഹിസ് വേർഡ്. അതാണ് ജോൺ പറയുക. യോഹന്നാന്റെ സുവിശേഷകൻ പറയുന്നു, 4-ാം സുവിശേഷകൻ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ. അപ്പോൾ അതുകൊണ്ട് വചനമാണ് ആദിയിൽ സൃഷ്ടിച്ചതെല്ലാം വചനം മുഖാന്തര. നമ്മുടെ ഒരു സമൂഹത്തിന് പ്രത്യേകത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു മലയാളി ക്രൈസ്തവ സമൂഹം വളരെ പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ വചനത്തിന്, അല്ലേ? ദൈവത്തിൻ്റെ വചനത്തിന്. അക്ഷരാഭ്യാസം വായിക്കാൻ വേണ്ടി മാത്രം, വേദോസം വായിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് എഴുത്തും വായനയും പഠിച്ചവരുണ്ട്. എന്നിട്ടും അവരാ ബൈബിളൊക്കെ. നമുക്ക് ഇന്ന് ഫോട്ടോ എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമല്ല. ഫോട്ടോ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരുടെ കയ്യിലും ഏറ്റവും നല്ല ക്യാമറ ക്ലാരിറ്റിയുള്ള, അല്ലേ? ക്ലാരിറ്റിയുള്ള ക്യാമറ ഉള്ള ഫോൺസൊക്കെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ക്യാമറകളുടെയൊക്കെ ആവശ്യം കുറവാണ്. അതിലും നല്ല ക്ലാരിറ്റിയുള്ള ഫോണൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കാലത്ത് ഫോട്ടോ ഭയങ്കര പ്രഷ്യസ് ആയിരുന്നു. വല്ലപ്പോഴുമൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കത്തുള്ളൂ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അപ്പച്ചനോടും അമ്മച്ചോടും പറയുകയാണ്, നാളെ ഫോട്ടോക്കാരായി വരുന്നുണ്ട്,
സ്റ്റുഡിയോക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അപ്പച്ചൻ ചോദിക്കും, എന്തിനാ? അതിന് ഞങ്ങളിപ്പം ചാകുന്നില്ലല്ലോ, കൊല്ലാനാണോ ഫോട്ടോ? ഫോട്ടോ സമം മരിക്കാൻ നേരത്തെ എന്തോ എടുക്കുന്നേ? ഫോട്ടോ എടുക്കുക അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ദേഷ്യം വരുമ്പോൾ പറയാറുണ്ട്, നിന്നെ ഞാൻ ഭിത്തിയെ തേച്ച് വെക്കുക. ഭിത്തിയെ തേച്ച് വെക്കുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? നിന്നെ കൊന്ന് ഫോട്ടോ ആക്കി കെട്ടി തൂക്കുമെന്ന്, അതതിൻ്റെ അർത്ഥം. അപ്പം ഫോട്ടോ എടുക്കാൻ വേണ്ടിയൊക്കെ വരുമെന്ന് പറയുമ്പോൾ അവർ റെഡിയായിട്ടൊക്കെ വരും. കയ്യിൽ വെള്ള ഷർട്ടും വെള്ള മുണ്ടും, അമ്മച്ചി ചട്ടയും മുണ്ടും ഒക്കെ കൊടുക്കും. രണ്ടുപേരുടെ കയ്യിൽ എന്ത് കാണും? ബൈബിള് കാണും. ബൈബിള് പിടിച്ചുകൊണ്ടായിരിക്കും ഫോട്ടോ എടുക്കുക. ബൈബിൾ എങ്ങനെ ആയിരിക്കും അവർ പിടിക്കുക? ഒന്ന് ബൈബിൾ അവർ പിടിക്കുന്ന പോലെ ഒന്ന് പിടിച്ച് ആ ഫോട്ടോ ഒരിക്കലും കണ്ട അങ്ങനെ സിസ്റ്റർക്കാണ് കറക്റ്റാണ്. ബൈബിള് പിടിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ പിടിച്ചിട്ടുള്ള ബൈബിള് പിടിച്ചിട്ടുള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് അവർ ഫോട്ടോ എടുക്കുക. അത് ഭയങ്കര അർത്ഥമാണ്. അവർ മാറോട് ചേർത്ത് പിടിച്ചൊരു കാര്യം എന്തായിരുന്നു? ദൈവത്തിൻ്റെ വചനമായിരുന്നു. മാറോട് ചേർത്ത് പിടിച്ചു, ലജ്ജയില്ലാതെ പിടിച്ചു. ലജ്ജയില്ലാതെ മാറോട് ചേർത്ത് ബൈബിൾ പിടിച്ചുകൊണ്ട് നടന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ ആദി ദൈവത്തിന് കൊടുത്തു, ആദി ദൈവത്തിൻ്റെ വചനത്തിന് കൊടുത്തു. മൂന്നാമത്തെ കാര്യം, ആ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം ശൂന്യമായിപ്പോയി. പക്ഷെ ദൈവം അതിനെ വെള്ളത്താൽ സൂക്ഷിച്ചിട്ട് അതിൻ്റെ മുകളിൽ എന്തിനെ പരിവർത്തിച്ചു? ദൈവത്തിൻ്റെ ആത്മാവ് പരിവർത്തിച്ചു. സ്പിരിറ്റ് വാസ് ഹവറിങ് ഓവർ ഇറ്റ്. പരിശുദ്ധാത്മാവ് അതിന്മേൽ പരിവർത്തിച്ചു. അപ്പോൾ അതിന് ഭൂമി പാഴി ശൂന്യമായിരുന്നത് ഫലപ്രദമായി. ഇറ്റ് വാസ് വോയിഡ് ആൻഡ് എം ടി, പക്ഷെ ദാറ്റ് ബിക്കെയിം ഫ്രൂട്ട്ഫുൾ. വോയിഡായിട്ടും എം ടി ആയിട്ടും ഇരുന്ന ഈ പ്രപഞ്ചം ഫ്രൂട്ട്ഫുള്ളായിട്ട് മാറിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോഴാണ്. അപ്പം 3 കാര്യങ്ങൾക്ക് ദൈവമക്കൾ പ്രാധാന്യം കൊടുക്കണം. 1 എന്താണ്? ദൈവം. 2 ദൈവത്തിൻ്റെ വചനം. 3 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എല്ലാവരും ചേർന്ന് പറഞ്ഞേ, ദൈവം, വചനം, പരിശുദ്ധാത്മാവ്. ഒന്നുകൂടെ പറഞ്ഞേ, ദൈവം, വചനം, പരിശുദ്ധ. അതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ബാക്കി റെസ്റ്റ് എല്ലാവരും നോക്കും, ദൈവം നോക്കും. ഒന്ന് ബൈബിള് ചേർത്തൊന്ന് പിടിച്ച്, നെഞ്ചത്തോട് ചേർത്ത് പിടിച്ച്, ശരിക്കൊന്ന് പിടിച്ച്. ഈ വചനമല്ലേ നമ്മളെ നടത്തിയത്? ബൈബിള് ചേർത്ത് പിടിച്ച്. ലൈവിലൂടെ ആരെങ്കിലും ശ്രദ്ധിക്കുകയോ എപ്പോഴെങ്കിലും ശ്രദ്ധിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബൈബിള് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട്, അത് വെറുതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, വായിക്കണമെങ്കിൽ നിന്റെ വചനങ്ങൾ എൻ്റെ ഹൃദയത്തിലുണ്ടെന്ന്. ആ വചനങ്ങളുടെ വികാസനം പ്രകാശപ്രദമാണ്. അങ്ങയുടെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ്, അല്ലേ? ന്യായപ്രമാണത്തെ സന്തോഷിച്ച് അതിൽ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇലപാടാത്തമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്നാൽ ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റ് പാറ്റുന്ന പതിർ പോലെയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ വചനത്തോട് ആഭിമുഖ്യം ഉണ്ടായതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പട്ടത്ത അല്ലെങ്കിൽ പാരമ്പര്യ സഭകളിൽ നിന്നൊക്കെ പുറത്തു വന്നതും കുറച്ചുകൂടെ ദൈവവചനത്തോട് വിശ്വസ്തതയും നീതിയും പുലർത്താൻ വേണ്ടിയാണ്. ദൈവവചനത്തോടുള്ള താല്പര്യം കൊണ്ടാണ്. ദൈവവചനത്തോട് കുറച്ചുകൂടെ, വചന സത്യങ്ങളിൽ കുറച്ചുകൂടെ, പാരമ്പര്യത്തെക്കാട്ടും കൂടുതൽ വചനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് പാരമ്പര്യ സഭകൾ പലപ്പോഴും വിട്ടുവരാനുള്ള കാരണം. എന്നിട്ട് അവിടെ ഭൂമി പാഴും ശൂന്യമായിരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ എന്ത് ചെയ്തു? 3ാമത് പ്രാധാന്യം കൊടുത്തിരുന്ന 1 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാണ്, അല്ലേ? പരിശുദ്ധാത്മാവിനും വചനത്തിനും പ്രാധാന്യം കൊടുത്തു. അതുകൊണ്ട് വചന സത്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു. ബൈബിളൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് ഞാൻ റാന്നി എന്ന് പറഞ്ഞല്ലോ. റാന്നിയിൽ സത്യത്തിൽ എൻ്റെ ഒരു നൊസ്റ്റാൾജിക് മെമ്മറിയാണ്. ഇന്ന് ഞങ്ങൾക്കില്ലത്. ഇന്ന് അതിന് ആർക്കും താല്പര്യമില്ല. സ്നാനപ്പെടുന്നത് ആറ്റിൽ തന്നെ വേണമെന്ന് ശഠിച്ച ഒരാളാണ് ഞാൻ. ആറ്റിലെ സ്നാനപ്പെടാവും. അന്ന് 6-7 ക്ലാസ്സിലൊക്കെ പഠിക്കാനുള്ള ആറ്റിൽ സ്നാനപ്പെട്ടാൽ മതി. പിന്നെ ഞങ്ങൾ മുറ്റത്ത് കുളമുണ്ട്. ഇപ്പം എല്ലാവർക്കും ആരും കാണാതെ ഇവിടെ സ്നാനപ്പെടണം കുളത്തിൽ. അതും ആരും കാണാൻ പാടില്ല. പക്ഷെ അന്ന് സ്നാനപ്പെടണം എന്നൊക്കെ പറയുമ്പോൾ ആറ്റിലോട്ടൊരു പോക്കുണ്ട്. ബൈബിൾ എങ്ങനെ ചെയ്യും? നെഞ്ചത്ത് പിടിക്കും. എന്നിട്ടൊരു പാട്ടും പാടിയാൽ പാടും ഞാൻ പരമേശന് സത്, എൻ്റെ പാപമെല്ലാം പോക്കിയതാൻ പാടും ഞാൻ പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവേ. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവേ. മാരിച്ചു ഞാൻ കല്ലറയിൽ
മരിച്ചു ഞാൻ കല്ലറയിലടക്കപ്പെട്ടവൻ കൂടെ മഹത്തമായി ജീവിച്ചിട മഹിമയിന അല്ലേ പാടും ഞാൻ പരമേശനു സതതം എന്റെ പാപമെല്ലാം പോക്കിയതാൽ അപ്പൊ ബൈബിള് പ്രാധാന്യം കൊടുക്കുക. ബൈബിള് ദൈവത്തിന്റെ വചനം. അതിലെ ഒരു പ്രബല കുടുംബത്തിൽപ്പെട്ടൊരു കുഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ ഞാൻ അവനെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. അവൻ റാന്നിയില്ല. അവൻ 4 മണിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഇറങ്ങി റാന്നി കൂടി ഇങ്ങനെ നടന്ന് മാമയ്ക്ക് ഒന്ന് പറഞ്ഞ സ്ഥലത്തൂടെ, അത് പറഞ്ഞ സ്ഥലം പറഞ്ഞാൽ മനസ്സിലാകുന്നവരൂടെ ഉള്ളത് കൊണ്ട് നടന്ന് ബൈപ്പാസിൽ കൂടെ പോകും. ഒറ്റ കാര്യം ചെയ്തോളും, അയാൾ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് തിരിഞ്ഞ് കറങ്ങി വരും. ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട് എന്തിനായി. എനിക്കിതേ സാക്ഷിയാകാൻ ഒക്കത്തുള്ളൂ. ബൈബിളും പിടിച്ചുകൊണ്ട് എങ്ങനെ നടന്നു അതിന് വിരുദ്ധമായൊരു നടത്തം. ബൈബിൾ പിടിച്ചുകൊണ്ടൊക്കെ നടക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ്. മൂന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവനാണ്. ഒരു വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ, അതിലെ ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ ചോദിച്ചുകൊള്ളട്ടെ, നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് എന്തിൻ്റെ പേരിലായിരുന്നു? ഈ സമൂഹം, വിശ്വാസ സമൂഹം ഏറെക്കുറെ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത് എന്തിൻ്റെ പേരിലാണ്? പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ. പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിൻ്റെ ഒരടയാളമായിരുന്നു എന്ത്? അന്യഭാഷാ ഭാഷണത്തിൻ്റെ പേരിലാണ് നമ്മളേറെ ആക്ഷേപിക്കപ്പെട്ടത്. അന്നേരം ഒത്തിരി പാട്ടുകളുണ്ടായിരുന്നു. പെന്തക്കോസിൽ ചേരണം, കപ്പയും മീനത്തിന്. കർത്താനദാസൻ പോൾ ഗോപാലകൃഷ്ണൻ സാർ, അദ്ദേഹം ഇവിടെ വരുന്നുണ്ടെന്ന് ഞാൻ കേട്ടു. അത് വന്നിട്ടുണ്ടല്ലേ സാറപ്പം പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഞങ്ങളുടെ സാറ് പറഞ്ഞ അന്ന് കപ്പയായിരുന്നു, ഇല്ലാത്തതുകൊണ്ടാണ് കപ്പ കഴിച്ചത്. കപ്പ എന്ന് പറഞ്ഞ സാധനത്തിന് വിലയില്ലായിരുന്നു, അത് സുലഭമായിരുന്നു. അതിൻ്റെ ഇംഗ്ലീഷ് എന്താ? ടപ്പിയൊക്കെ. അങ്ങനെ ആ പേര് കിട്ടിയെന്നറിയാമോ? സായിപ്പ് നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ അച്ചായൻ അതിൻ്റെ മൂട്ടിയിരിക്കുക. അപ്പം ചോദിച്ചു, ഇതെവിടാ അതിൻ്റെ ഫലം, ഇതെന്താ, വേർ ഇസ് ദ ഫ്രൂട്ട് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മൂട്ടി തപ്പി നോക്കിയാൽ കിട്ടുമെന്ന് പറഞ്ഞു. തപ്പി നോക്കിയാൽ കിട്ടും, അങ്ങനെയാണ് പേര് കിട്ടിയത്. എന്താ? ടപ്പിയൊക്കെ. അപ്പം പക്ഷേ അന്ന് കപ്പയ്ക്ക് വിലയില്ലായിരുന്നു. ഇന്ന് 5 സ്റ്റാർ ഹോട്ടലിലും എന്തോ ഉണ്ട്? ടപ്പയൊക്കെ ഉണ്ട്. കല്യാണത്തിനൊക്കെ ഒരു ഡിഷുണ്ട്, ബൊഫയൊക്കെ ആണെങ്കിൽ കപ്പയാണ്. എന്തെല്ലാം വിഭവം? കപ്പ, പാൽക്കപ്പ, കണ്ട പാൽക്കപ്പ, മീന്, കപ്പ വാരി, കപ്പ ബോട്ടി എന്ന് വേണ്ട, കപ്പയ്ക്കാണ് പ്രാധാന്യം. വിലയില്ലാത്ത ഒന്നിനെ വെച്ച് കളിയാക്കിയതുകൊണ്ട് അതിനും എന്ത് കൂടിയെന്നാ? വില കൂടിയെന്ന് പോൾ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, അന്ന് കളിയാക്കി അന്യഭാഷയുടെ പേര്. അന്യഭാഷയെ പേരിലായിരുന്നു കളിയാക്കപ്പെട്ടു. ഇന്ന് നമ്മളെ അങ്ങനെ കളിയാക്കാൻ ഒക്കില്ല. ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലാണ് കരിസ്മാറ്റിക് നവീകരണങ്ങളൊക്കെ ലോകമെമ്പാടും ഉണ്ടാകും. അങ്ങനെ ഇന്ന് കരിസ്മാറ്റിക് നവീകരണങ്ങളെല്ലാം നമ്മുടെ പോട്ടയുടെ ധ്യാന കേന്ദ്രങ്ങൾ ഒക്കെ വന്നു. അപ്പോൾ കത്തോലിക്ക അച്ഛന്മാരും ധ്യാന ഗുരുക്കളും ഒക്കെ അവർക്ക് പെന്തക്കോസ്ത ധ്യാനത്തിൻ്റെ അന്ന് പരിശുദ്ധാത്മസ്നാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. അന്ന് അവർ അന്യഭാഷകളിൽ സംസാരിക്കും. ഞാനത് കണ്ടിട്ടുണ്ട്. ഞാനൊരു കത്തോലിക്ക സെമിനാരിൽ പഠിച്ചാണ്. ഇന്ന് കേരളത്തിലെ പ്രശസ്തനായ ഒരു ധ്യാനഗുരു എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് ഞങ്ങൾ ഒന്നിച്ചിരുന്ന് അന്യഭാഷ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അന്യഭാഷ എന്ന് പറയുന്നത് ഇന്ന് ഒരാളുടെയും കുത്തകയല്ല. കത്തോലിക്കർ എന്ത് പറയുന്നുണ്ട്? അന്യഭാഷ പറയും. ഞങ്ങളിവിടെയൊക്കെ മർത്തോമക്കാരുടെ നല്ല കൂട്ടായ്മകളുണ്ട്. പള്ളിയല്ല, കൂട്ടായ്മകൾ. ആ കൂട്ടായ്മകളിൽ അവരെന്തുണ്ട്? കൃപാവര ശുശ്രൂഷകളുണ്ട്. ഭയങ്കര കൃപാവര ശുശ്രൂഷകളുണ്ട്. പ്രവാചകരൊക്കെ അവരുടെ ഇടയിലുണ്ട്. ഞാനപ്പോൾ എൻ്റെ സമൂഹത്തൊക്കെ അപ്പം പിന്നെ എൻ്റെ പ്രത്യേകത എന്താ? ഒരു കാര്യം എനിക്ക് പിടികിട്ടി, അവർ തിങ്കൾ മുതൽ ശനി വരെ അന്യഭാഷ പറയും, ഞായറാഴ്ച പറയത്തില്ല. ഞായറാഴ്ച പള്ളിയിൽ പോയി വളരെ ഡീസൻ്റായിട്ട് നിന്ന് ചൊല്ലിയിട്ടൊക്കെ പോരും. പക്ഷെ നമ്മുടെ സമൂഹം തിങ്കൾ മുതൽ ശനി വരെ തുറക്കത്തില്ല എന്ന് മാത്രം പറയും, ഞായറാഴ്ച മാത്രം. അവരാഴ്ച 6 പറയും, 1 റെസ്റ്റ് എടുക്കും. നമ്മൾ ആഴ്ചയിൽ 6 റെസ്റ്റ് എടുക്കും, 1 പറയും. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഈ സമൂഹം ആക്ഷേപിക്കപ്പെട്ടതും ഈ സമൂഹം രൂപപ്പെട്ടതും ഒന്നിനു വേണ്ടിയായിരുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രാധാന്യം കൊടുത്തു. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾക്കും പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിനും എന്ത് കൊടുത്തു? പ്രാധാന്യം കൊടുത്തു. വരങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനപ്പെട്ട എല്ലാ വരങ്ങളും. അത് ഭാഷയും ഭാഷയുടെ വ്യാഖ്യാനവും പ്രവചനവും, ജ്ഞാനവും പരിജ്ഞാനവും വിവേചനവും, രോഗശാന്തി, വീര്യപ്രവർത്തികൾ, അങ്ങനെ പ്രധാനപ്പെട്ട വരങ്ങൾ. ആ വീര്യപ്രവർത്തികളിലൂടെ, രോഗശാന്തികളിലൂടെ, വിശ്വാസത്തിൻ്റെ വരത്തിലൂടെ അത്ഭുതങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പ്രധാനപ്പെട്ട 9 വരങ്ങളും സഹായ വരങ്ങളും ത്തിനും പ്രാധാന്യം കൊടുത്തൊരു സമൂഹമായിരുന്നു വിശ്വാസ സമൂഹം.
അവരുടെ അടി കിട്ടിയാലും പ്രയാസം വരുമ്പോഴെല്ലാം എന്ത് പറഞ്ഞുകൊണ്ട് നടന്നു? അന്യഭാഷ പറഞ്ഞു. പക്ഷെ ഇന്ന് നമുക്കറിയാം അന്യഭാഷ നിർബന്ധമായിട്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി പ്രാധാന്യം കൊടുത്തത്. അതുകൊണ്ട് ഞങ്ങളുടെ അവധികളിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യം കാത്തിരിപ്പ് യോഗമായിരുന്നു. അവധി ഇടുന്ന് കേൾക്കുമ്പോൾ എല്ലാത്തിനെയും അടിച്ചിരുത്തുമായിരുന്നു. എന്തിനാണെന്നറിയാമോ? അഭിഷേകം പ്രാപിക്കാനാ, സ്നാനം പ്രാപിക്കാനാ. അങ്ങനെ ഒരു കാര്യം ചെയ്യും. പ്രാപിച്ചവരെ എല്ലാം കൂടെ അവസാനം വട്ടത്തിയിരുത്തും. പ്രാപിക്കാത്തവനെ എവിടെ ഇരുത്തും? നടുക്കിരിക്കും. അച്ഛാ ശരിയല്ല അച്ഛാ? അങ്ങനെ പറയുന്ന ഒരു കത്തുന്ന കൊള്ളി മറ്റേതിനെ എന്ത് ചെയ്യും? കത്തിക്കും. ഏതായാലും എല്ലാവരും കൂടെ ചുറ്റി വരുന്ന് പറയുമ്പോൾ ഇവൻ എന്തെങ്കിലുമൊക്കെ പറയും, അല്ലെ കരയും. ഞാനാണെ കരഞ്ഞ് കിട്ടി. ഞാനൊരു സന്തോഷം കൊണ്ട് പറയുകയാണ്. ഞാൻ 6ാം ക്ലാസ് 7ാം ക്ലാസ് ആയപ്പം ഞങ്ങൾ ആത്മശാന്ത, ഞാനൊരു 10-30 പിള്ളേരുണ്ടായിരുന്നു. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളയും ഞങ്ങളെ ബുക്ക് ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. ജീപ്പേ കൊണ്ടുപോകും. ഇപ്പോഴും നിങ്ങളുടെ കമാൻഡ് എന്തിനാണെന്നറിയാമോ? അപ്പം പാസ്റ്റർമാരിത് കണ്ടിട്ട് പറയും, ഈ പിള്ളേരെയും കൊണ്ട് ഞങ്ങളുടെ സഭയെ വരണം. പിള്ളേരെ ഞങ്ങൾ ബുക്കഡായിരുന്നു. ഞങ്ങൾക്ക് ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ. സ്ക്വാഷ് കിട്ടും, ബന്ന കിട്ടും, ഉച്ചയ്ക്ക് ചോറ് കിട്ടും. ഞങ്ങളെ കൊണ്ടുപോകാറ് എല്ലാ ശനിയാഴ്ച അവധിയല്ല. എന്തിനാണെന്നറിയാമോ? എല്ലാത്തിനെയും വട്ടത്തിരുത്തി അന്യഭാഷ പറയാൻ വേണ്ടി കൊണ്ടുപോകും. അങ്ങനെ എത്രയോ സ്ഥലങ്ങളിൽ ഈ ആരാധിക്കുന്ന ഈ 10-30 എണ്ണത്തെ വാരിയിട്ടുകൊണ്ട് പോയി. അത് ഞങ്ങളുടെ അപ്പായ്ക്ക് ഭയങ്കര അഭിമാനമായിരുന്നു, എൻ്റെ പിള്ളേരെയും കൊണ്ട് പോകുന്നു. പക്ഷേ അതുകൊണ്ടൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ അന്ന് പ്രാപിച്ച ഒരു ആത്മസ്നാനത്തിൻ്റെ കൃപയും ബലവും ഒക്കെ പറയാനുള്ളൂ. ഒരു കാര്യം ഓർത്തോണേ, 3 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം. 1 ദൈവം, 2 ദൈവത്തിൻ്റെ വചനം, 3 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് അന്ന് കിട്ടിയത് കൊണ്ട്, അന്ന് സത്യത്തിൽ എന്താണെന്നൊന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞപ്പോഴും സ്കൂളിൽ അടിയൊക്കെ ഉണ്ടാക്കുക. ഇന്ന് തന്നെ ഒരാൾ വിളിച്ചു, ഞാൻ നിന്നെ തള്ളിയിട്ട് നീ എന്നെ അടിച്ചെന്ന്. അവൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പം വീട്ടിൽ വന്നു. അപ്പോൾ അവനെയൊക്കെ അടിച്ചിട്ട് ഞാൻ ഓടി ബാത്റൂമിൽ പോകുമായിരുന്നു. അന്ന് ഈ ബാത്റൂമൊന്നും ഇല്ല, മൂത്രപ്പുരയാണ് സ്കൂളിൽ. മൂത്രപ്പുര പോയി പാത്തിരുന്ന് പറഞ്ഞു നോക്കും അടിയുണ്ടാക്കിയപ്പോൾ ഇത് പോയോന്നറിയാൻ. നമുക്ക് പേടിയാണ്, എന്നാലും പോകരുന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പറയും, കുറേയൊക്കെ എവിടെങ്കിലുമൊക്കെ ഒന്ന് വഴുതി പോന്നെങ്കിലും എങ്ങും പൊട്ടാതെ ഇവിടം വരെയൊക്കെ കൊണ്ടുവന്നത് അന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. എല്ലാ കണ്ണുകളും അടച്ച് അല്പസമയം കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച്, ദൈവമേ എനിക്ക് കുറച്ചുകൂടെ ദൈവത്തോടും ദൈവവചനത്തോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടും ഒന്ന് ചേർന്ന് നടക്കണം. ദൈവത്തോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോടും ദൈവവചനത്തോടും ഒന്ന് ചേർന്ന് നടക്കണം. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങൾ എന്നോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. 2 ശുശ്രൂഷകളുണ്ട്. അക്ഷരമാണ്, അത് അറിവാണ്. അറിവ് കൊണ്ട് ഒക്കെ ശുശ്രൂഷ ചെയ്യാം. പക്ഷേ മറ്റൊന്നൊന്ന് അക്ഷരം കൊല്ലും, ആത്മാവ് എന്ത് ചെയ്യും? ജീവിക്കും. ആത്മാവിൻ്റെ ഒരു ശുശ്രൂഷയുണ്ട്. പ്രിയമുള്ളവരെ, പരിശുദ്ധ ആത്മാവിനോട് ചേർന്ന് നടപ്പാൻ, പരിശുദ്ധാത്മാവിൽ നടപ്പാൻ, ആത്മാവിനാൽ ജഡത്തെ ജയിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും. എല്ലാവരും അല്പസമയം കണ്ണുകളൊന്ന് അടച്ച് every children you must pray, Lord, fill me with thy Holy Spirit, fill me with thy Holy Spirit, fill me with thy Holy Spirit. Every children, every adult, every youth, you can open up your heart, you can open up your mouth. കർത്താവിൻ്റെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒറ്റ കാര്യം, if you have a real thirst for it, if you have a real thirst for it, surely you will be quenched. If you have a real thirst, if you have a real thirst, കർത്താവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. അത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്, ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. ദൈവത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുന്നതും ആരാധിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവർ എല്ലാവരും പ്രാർത്ഥിച്ച് അതിനകത്ത് ഉയർന്നവരും. അതൊരു അപമാനമല്ല, അതൊരു അഭിമാനമാണ്. അതൊരു അപമാനമല്ല, അതൊരു അഭിമാനമാണ്. അതൊരു അവിഭാജ്യമായ ആത്മീയ ജീവിതത്തിൻ്റെ ആവശ്യമാണ്. ദൈവമേ, അത് എവിടെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിറയ്ക്കണേന്ന് പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ. നിങ്ങൾ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളും. എന്തിനാണ് ആത്മാവ് നിറഞ്ഞു എന്ന് പറയുക? ആത്മസ്നാനം ആത്മീയ ഭാഷ അടയാളത്തോടെ പ്രാപിക്കണം. പ്രാപിച്ചാലും ഈ അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരത്തിലാണ്. ഇടയ്ക്ക് ഞാനും നിങ്ങളുമെല്ലാം, ഒന്നുകൂടെ പറയട്ടെ, ഞാനും നിങ്ങളുമെല്ലാം എവിടെയെങ്കിലുമൊക്കെ ജഡത്താൽ തെറ്റപ്പെടാം. പക്ഷെ തെറ്റപ്പെടുമ്പോൾ ആത്മാവിൻ്റെ അളവ് കുറയപ്പെടാം. കാത്തിരിക്കണം, പ്രാർത്ഥിക്കണം നിറയാൻ. ഒരു മൺകുടത്തിൽ വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ അളവ് കുറയും, കുടം കുടിച്ചു എന്ന് പറയും. ഇതുപോലെ നിക്ഷേപം മൺപാത്രങ്ങളിൽ അത്യന്ത ശക്തി പകർന്നെങ്കിലും
അതിൻ്റെ അളവ് കുറഞ്ഞു എന്ന് കാണുമ്പോൾ മുട്ടുമടക്കണം. ദൈവമേ നിറയ്ക്കണേ, നിറയ്ക്കണേ, നിറയ്ക്കണേ. ചെല്ലെങ്കിലുമൊക്കെ നിറയ്ക്കണേ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആരൊക്കെയോ കളിയാക്കി. എന്തോ നിറയ്ക്കണമെന്നാ? ഒന്നുമല്ല, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണേ. നിറയ്ക്കുക മാത്രമല്ല, കവിയണമേ. കവിയ മാത്രമല്ല, ഒഴുകണമേ. അത് ഒഴുകിയാൽ ഈ നദി ചെല്ലുന്നിടത്തെല്ലാം ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, പരിശുദ്ധാത്മാവേ നന്ദി, പിതാവാം ദൈവമേ നന്ദി. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി എന്നെ നിറയ്ക്കണമേ. കുറച്ചുകൂടെ ഒരു നിറവ് വേണം. ഇത് പോരാ കർത്താവേ, ഇത് പോരാ. ബാൻഡ് 3 ആണെങ്കിൽ നമ്മൾ ബാൻഡെന്നല്ല പറയുക, ഗ്രേഡിന് ബാൻഡല്ലേ, ഗ്രേഡ് 1 2 എത്ര വരെയുണ്ട്? 8 7 എനിക്കറിയില്ല. ഞാൻ 9. ബാൻഡ് 1 ഗ്രേഡ് 1 ആണെങ്കിൽ ആഗ്രഹിക്കും 2 ആണോ, 2 ആയാൽ 3 ആണെന്ന് ആഗ്രഹിക്കും. പിന്നെ എങ്ങനെങ്കിലുമൊക്കെ 7 8 9 എന്നൊക്കെ വന്നാൽ അത് കേൾക്കുമ്പോൾ നമുക്കൊരു കുശുമ്പല്ലേ. അവർക്ക് 9 വന്നാൽ വലിയ സ്ഥാനമല്ലേ. ഇതുപോലൊരാഗ്രഹം വേണം. ദൈവമേ ഈ ഗ്രേഡ് പോരാ, കുറച്ചുകൂടെ നിറയ്ക്കണേ, കുറച്ചുകൂടെ നിറയ്ക്കണമേ, കുറച്ചുകൂടെ നിറയ്ക്കണം. അതിലും ആഗ്രഹിക്കണം. അതിത്ര വർഷത്തേക്കിനെയൊക്കെ ഉള്ളൂ. എന്നിൽ നിങ്ങൾ വസിക്കുന്ന ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഗ്രേഡ്, അതിന്റെ അളവ് വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും അല്പസമയം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, എന്മനമേ നീ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ സർവ്വ അന്തരംഗമേ ദൈവമേ എന്നെ നിറയ്ക്കണേ. ഒരിക്കൽ ഞാൻ പ്രാപിച്ചായിരുന്നു. പക്ഷെ എവിടെയോ അതിൻ്റെ ഗ്രേഡ് കുറഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയോ അതിൻ്റെ അളവ് കുറഞ്ഞു പോയല്ലോ, എവിടെയോ അതിൻ്റെ തീവ്രമായ ആഗ്രഹം ഒന്ന് കുറഞ്ഞു പോയല്ലോ. ഇന്ന് രാത്രി എനിക്ക് കുറച്ചുകൂടെ ഒരു പുതുക്കം പരിശുദ്ധാത്മാവിനാൽ തരണമേ എന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്വനായ തന്റെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധ ആത്മാവിനെ എത്രയധികം കൊടുക്കും, എത്രയധികം കൊടുക്കും, എത്രയധികം കൊടുക്കും. ദൈവമേ അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ വചനത്താൽ എന്നെ നിറയ്ക്കണമേ, അങ്ങയുടെ വചനം കൂടുതൽ വായിക്കാനുള്ളൊരു കൃപ തരണമേ. ദൈവമേ അങ്ങയുടെ സന്നിധിയിൽ കൂടുതൽ പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ കിട്ടണമേ. ഇന്നലെ പ്രാർത്ഥിച്ചത് പോരാ, ഇന്നലെ വരെയുള്ള എൻ്റെ പ്രാർത്ഥനാ ജീവിതം കുറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഗ്രേഡ് കൂടുകയല്ല കുറയുക, എൻ്റെ ഗ്രേഡ് കൂടുകയല്ല, എൻ്റെ ഗ്രേഡ് കുറയുക. ഈ രാത്രി ഞാൻ ആഗ്രഹിക്കുന്നു ആത്മാവിനാൽ എന്നെ നിറച്ച് പരിശുദ്ധാത്മാവിൽ നടക്കുവാൻ, പരിശുദ്ധാത്മാവിൽ ജീവിക്കുവാൻ എളിയവനെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നുള്ളിലെന്നും വസിച്ചിടുവാ സ്വർഗ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാ തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്ന് മതി വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്നെന്നിൽ എന്നു മതി. എന്നുള്ളിലെന്നും വസിച്ചിടുവാൻ മണ്ഡപം വീട്ടിറങ്ങി വന്ന ഉന്നതനാം തങ്ക വന്ന ഉന്നതനാം തങ്ക പ്രാവേ നീ വന്ന. മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തീവ്രമായ ഒരു ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അവിടെ ദൈവം നമ്മുടെ റെസ്റ്റ് ടേക്ക് കെയർ ചെയ്യും. മുമ്പോട്ട് പോട്ടെ വെളിച്ചമുണ്ടാകുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചപ്പോൾ വോയിഡായിട്ടിരുന്ന എംറ്റി ആയിട്ടിരുന്ന ഈ ഭൂമിക്ക് താളവും രൂപവും ഒക്കെ ഉണ്ടാകുകയാണ്. എന്നിട്ട് ദൈവം പറഞ്ഞു, ആകാശത്തിന്റെ കീഴിലുള്ള വെള്ളം ഒരു സ്ഥലത്ത്
കൂടട്ടെ. കൂടട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ഥലം കൂടി. ഉണങ്ങിയ നിലം വെളിപ്പെട്ടു. ഉണങ്ങിയ നിലത്തിന് എന്തെന്ന് പേരിട്ടു? ഭൂമി. വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രം എന്ന് പേരിട്ടു. സമുദ്രം ഞാനിത് എന്നെ എന്നും അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. സമുദ്രം മനുഷ്യനെ എന്നും അതിശയിപ്പിക്കുന്നതാണ്. സമുദ്രത്തിന്റെ തിരമാലകൾ, എണ്ണിയാലൊടുങ്ങാത്ത തിരമാലകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. സമുദ്രം മനുഷ്യനെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ് ഇന്നും. പക്ഷെ ഇവിടെ പറയുന്ന ഭൂമി മുഴുവൻ വെള്ളമായിരുന്നു. ആ വെള്ളം കൂടിയെടുത്ത് കൂട്ടത്തിന് എന്തെന്ന് പേരിട്ടു? സമുദ്രം എന്ന് പേരിട്ടു. അപ്പൊ ഇനി ഈ സമുദ്രം തിരിച്ചിറങ്ങിയ എന്ത് കാണില്ല? ഭൂമി കാണില്ല. എന്നിട്ട് ഈ സമുദ്രം എന്താ ഇറങ്ങാത്തെ? എന്നിട്ടും ഈ സുനാമിയൊക്കെ ഇടയ്ക്ക് വന്നു. ഇടയ്ക്ക് മസ്കറ്റിൽ ഓക്കി വന്നു. മസ്കറ്റ് ഗോനു അല്ലേ? ഗോനു വന്നപ്പോൾ ഈ പുറകിരിക്കുന്ന ആന്റിയുടെ കുടുംബത്തിൽപ്പെട്ട ഇമ്മാനുവൽ പാസ്റ്ററുടെ ഒരു കസിൻ രായിച്ചാൻ അല്ലേ, നിങ്ങളുടെ ബന്ധമല്ലേ, അവിടെ കുടുംബത്തിൽപ്പെട്ടാണ് രായിച്ചാനാണ് ഗോനു വരുമെന്ന് അവിടെ പോയി പ്രവചിച്ചത്. അതിന് രായിച്ചാനെ പിടിച്ച് ജയിലിലിട്ടു. ആ ദിവസം വന്നില്ല. ജയിലിൽ വന്നായിരുന്നെങ്കിൽ ആ ജയിലിൽ കിടന്നവരെല്ലാം ഒഴുകിപ്പോയായിരുന്നു. എവിടാന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ഗോനു വന്നു. ഞാൻ അന്നേരം ആ സ്ഥലത്ത് അവിടെ മസ്കറ്റിൽ പോയായിരുന്നു. അപ്പൊ രായിച്ചാനെ പിന്നെ അവർ വിളിച്ച് ആദരിക്കുകയൊക്കെ ചെയ്തു. ഗവൺമെന്റ് സുൽത്താൻ തന്നെ കൊണ്ടുപോയി പ്രത്യേകമായിട്ട് ആദരിക്കുക. പിന്നെ ഗോനു അടിച്ച് രണ്ടാമത്തെ അതിന്റെ ഭീകര ദൃശ്യങ്ങളൊന്നും സത്യം പറഞ്ഞാൽ പുറത്തു വന്നിട്ടില്ല. കാരണം രാജഭരണം ഉള്ളിടത്ത് മാധ്യമ പ്രവർത്തനങ്ങൾക്ക് എന്നും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷെ അത് പ്രവചിച്ചത് ഈ പെരുമ്പയിലെ രായിച്ചന. അദ്ദേഹം ഒരു സാധാരണക്കാരനായ ഒരു വിശ്വാസിയാണ്. റാന്നിയിലുണ്ട്. രാഷ്ട്രീയമായ ഒരു രാജ്യത്തോടുള്ള പ്രവചനമായിരുന്നു. അവർ പേടിച്ചു പോയി. ആ ദിവസമായപ്പം രാജാവൊക്കെ സ്ഥലം വിട്ടുപോയെന്നാണ് പറയുക. ഏതായാലും രായിച്ചാനെ അതിന്റെ പേരിൽ അവരെ ആദരിക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതും ഒരു സന്തോഷ വാർത്ത. ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഈ പ്രപഞ്ചം ഇനി തിരിച്ചിറങ്ങിയാൽ ഇനി എന്തില്ല? ഭൂമിയില്ല. എന്നിട്ടും ഈ പ്രപഞ്ചം സമുദ്രത്തിന്റെ കീഴില്, സമുദ്രത്തിന്റെ അടുത്ത് പോയിട്ട് ആൾക്കാർ വീട് വെക്കുകയും ഇന്നും എസ്റ്റാബ്ലിഷ്മെന്റ് ഒക്കെ നടക്കുകയും ചെയ്യുന്നതൊക്കെ ഒരു ഉറപ്പിന്റെ പുറത്താ. ഈ സമുദ്രം അങ്ങനൊന്നും എന്ത് ചെയ്യത്തില്ല, ഇറങ്ങി വരത്തില്ല. വരുവോ? ഇല്ല. ഇതൊക്കെ വന്നാലും നമ്മൾ പിന്നെയും മനുഷ്യൻ നോർമലായിട്ട് ജീവിക്കുകയല്ലേ. എന്തുകൊണ്ടായിരിക്കാം ഈ മനുഷ്യൻ സമുദ്രത്തിനടുത്ത് പോയി താമസിക്കുക? ഒറ്റ കാര്യം കൊണ്ട്. ഞാൻ സമുദ്രത്തിൽ ചിന്തകളെ ധ്യാനിക്കുന്ന, സമുദ്രത്തിന് ഒത്തിരി ചിന്തകളുണ്ട്. കടലിൽ പോകുന്ന മുക്കവന്റെ ജീവിതം എന്ന് പറയുന്ന കരക്കിരിക്കുന്ന മുക്കവ്യക്തിയുടെ പാതിവൃത്യത്തിലാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരു മുക്കവ സമൂഹമാണ്. ആരെങ്കിലുമൊക്കെ കടലിൽ പോയാലും മൂന്നാം പൊക്കം എന്ത് ചെയ്യും? തിരിച്ചു കിട്ടും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കടലുമായിട്ട് കടലമ്മ ഒരിക്കലും എന്ത് ചെയ്യുകയില്ല, ചതിക്കില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. അതെല്ലാം കടലിന്റെ മക്കളുടെ വിശ്വാസങ്ങളാണ്. അവരെ ഇന്നും എത്ര അപ്രൂട്ട് ചെയ്താലും അവർക്ക് മാറാനൊക്കെ ഇല്ല. അവരുടെ ഭാഷ, അവരുടെ ദേശം, അവരുടെ സ്വഭാവം, അവരുടെ ജീവിത രീതിയെല്ലാം കടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. അപ്പം സമുദ്രം നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഒരു കാര്യം പറയാം, എന്നിട്ടും ഈ സമുദ്രത്തിന്റെ അടുത്ത് പോയി താമസിക്കുന്നത്, സമുദ്രവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നത് ഒരു ഉറപ്പില്ല. അങ്ങനൊന്നും ഈ സമുദ്രം കയറി വരത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? ദൈവം ഈ സമുദ്രത്തിന് എന്തിട്ടിട്ടുണ്ട്? അതിരിട്ടിട്ടുണ്ട്. ഇയ്യോബ് ഇങ്ങനെ ചോദ്യം ചോദിക്കുകയാണ്. ഇയ്യോബിന്റെ പുസ്തകത്തില് കുറെ ചോദ്യം ഇയ്യോബ് ചോദിച്ചു. ഞാനൊരു രാത്രി വല്ലാതെ വിഷമിച്ചിരുന്നപ്പോ ഒറ്റയടിക്ക് 1-ാം അധ്യായം തൊട്ട് വായിച്ചു വന്ന് 30 ഒറ്റ രാത്രി ഇരുന്ന് വായിക്കുക. അതുപോലെ ഒരു സങ്കടത്തിന്റെ നടുവില. എപ്പോഴും നമ്മുടെ എല്ലാം ഊന്നുപടി ദൈവത്തിന്റെ വചനമല്ലേ. അങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ വായിച്ചു വന്നപ്പോഴാണ് ഇയ്യോബ് 38 ഇയ്യോബ് 38 ദൈവം ഇയ്യോബിനോട് തിരിച്ച് കുറെ ചോദ്യം ചോദിച്ചു. ഇയ്യോബിനോട് തിരിച്ച് ചോദിച്ച ചോദ്യത്തിന് ഇയ്യോബിന് പറയാൻ ആൻസർ ഇല്ലാതെ പോയി. അല്ല, ആർക്കും പറയാൻ ആൻസർ ഇല്ല. കുറെ ചോദ്യമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചോദ്യങ്ങളുടെ ബഹളം, സംശയങ്ങളുടെ ബഹളം. ഒടുവിൽ ദൈവം ചോദിച്ചു. വായിക്കാം, നോക്കിക്കേ 38. അനന്തരം യഹോവ ചുഴലിക്കാറ്റിൽ നിന്നുകൊണ്ട് ഇയ്യോബിനോട് ഉത്തരം അരുളിച്ചു. അറിവില്ലാത്ത വാക്കുകളിനാൽ ആലോചനയെ ഇരുളാക്കുന്നവൻ ആർ? ഇനിയും ഭൂമിക്ക് ചോദിക്കുകയാണ് 4-ാം വാക്യം. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അതിന് അളവ് നിയമിച്ചവൻ ആരെന്ന് നീ അറിയുന്നുണ്ടോ? അതിന് അളവ് നൂൽ പിടിച്ചത് ആരാ? പ്രഭാത നക്ഷത്രങ്ങൾ ഒന്നിച്ചു ഘോഷിച്ച് ഉല്ലസിക്കുകയും ദൈവപുത്രന്മാരെല്ലാം ആർക്കുകയും ചെയ്തപ്പോൾ അതിന്റെ അടിസ്ഥാനം ഏതിന്മേലാണ് ഉറപ്പിച്ച? അല്ല, ഈ ഭൂമിയുടെ അടിസ്ഥാനം ഏതിന്മേലാണ്? നമ്മൾ സ്കൂളിൽ പഠിച്ചു, അത് അച്യുതണ്ടൊക്കെ ഉണ്ട്. ഇത്ര ഡിഗ്രി ചരിഞ്ഞാണ് ഇരിക്കുക. അത് സൂര്യനെ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് ഇരിക്കുകയാണ്. ഇതിന് അടിസ്ഥാനം ഇട്ടത് ആരാ? ഇതിന് അടിസ്ഥാനം ഇട്ടത് ആരാണെന്ന് ഞാൻ ചോദിക്കുക. നീ ആരാണ് ഇതിന് അടിസ്ഥാനം ഇട്ടത്? 8-ാം വാക്യം. ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ അതിനെ കതകുകളാൽ അടച്ചവന് ആരാണ്? അന്ന് ഞാൻ മേഘത്തെ അതിന് ഉടുപ്പും കൂരുളിനെ ചുറ്റാടമാക്കി ഞാൻ അതിന് അതിർ നിയമിച്ചു. കതകും
ഓടാമ്പലും വെച്ചു. അടുത്ത വാക്ക് എല്ലാവരും ചേർന്ന് വായിച്ചേ. ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർഭം നിലയ്ക്കും എന്ന് എന്ത് ചെയ്തു? കൽപ്പിച്ചു. അപ്പൊ യോബിനോട് ദൈവം ചോദിക്കുകയാണ്, ഗർഭത്തിൽ നിന്ന പോലെ സമുദ്രം ചാടി പുറപ്പെട്ടപ്പോൾ നീ എവിടെയായിരുന്നു? അതിന് വെച്ചത് ആരാ? നിനക്കറിയാമോ? അതിന് വെച്ചത് ആരാ? പക്ഷേ ഞാൻ അതിനൊരു അതിര് വെച്ചിരുന്നു, ഇവിടം വരെ നിനക്ക് വരാം, ഇതിനപ്പുറം നീ എന്ത് ചെയ്യരുത്? കടക്കരുത് എന്ന് പറഞ്ഞ് അതിന് കതകും ഓടാമ്പലും വെച്ചു. അങ്ങനെയാണ്. അതിനെന്ത് വെച്ചു? കതകും ഓടാമ്പലും വെച്ചു. എന്തിന്? സമുദ്രത്തിന്. ദൈവമാണ് സമുദ്രം സൃഷ്ടിച്ചത്. പക്ഷെ ദൈവം സമുദ്രത്തിന് എന്ത് വെച്ചിട്ടുണ്ട്? അതിര് വെച്ചിട്ടുണ്ട്. ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ തമ്പുരാന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, സമുദ്രത്തിന് മാത്രമല്ല നമുക്കും ദൈവം എന്ത് വെച്ചിട്ടുണ്ട്? അതിര് വെച്ചിട്ടുണ്ട്. ചിലതൊക്കെ ഇങ്ങനെ വരുമ്പോൾ നമ്മളൊക്കെ തീർന്നു പോകും. ഇവിടെയൊക്കെ കുറച്ചുകൂടെയൊക്കെ നല്ല നിയമങ്ങളിലാണ് വണ്ടി ഓടിക്കുക. നമ്മളൊക്കെ നിയമമൊന്നും അല്ല, അങ്ങ് ഓടിക്കുകയല്ലേ. ഓടിക്കുമ്പോഴാണ് ഇടയ്ക്കൂടൊക്കെ ഈ വലിയ ലോറിയൊക്കെ കയറി വരും. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വണ്ടിയെ ഇരുന്നുകൊണ്ട് സൈഡ് കൊണ്ട് തിരിയും. എന്തിനാ? മറ്റേ വണ്ടി നമ്മളെ ഇടിക്കാതിരിക്കുക. അങ്ങനെ സൈഡ് കൊണ്ട് അകത്തിരുന്ന് തിരിഞ്ഞവരൊന്ന് കൈപൊക്കാം. സത്യസന്ധമായിട്ട് വണ്ടി ഇങ്ങനെ വന്ന് പേറി വരുമ്പോൾ സൈഡ് കൊണ്ട് തിരിഞ്ഞു കൊടുത്തവരൊന്നോ കൈപൊക്കാം. അല്ല, സത്യം, ഞാനാ എന്നും ചെയ്യുന്ന കാര്യമാണ്, നിങ്ങളും ചെയ്യുന്ന കാര്യം. നമ്മൾ സൈഡ് കൊണ്ട് തിരിഞ്ഞുകൊണ്ട് ഇടിക്കാതെ പോയതല്ലേ. നമ്മൾ അകത്തിരുന്ന് തിരിഞ്ഞിട്ട് വല്ല കാര്യം? ഒരു കാര്യമില്ല. പക്ഷെ നമ്മൾ തിരിയുന്നത് പേടിച്ചിട്ടാ. എന്നിട്ടും ഇത് ഇടിക്കാതെ പോയത് എന്തുകൊണ്ടാ? ദൈവം പറഞ്ഞു, ഞാൻ അതിനെന്ത് വെച്ചിട്ടുണ്ട്? അതിര് വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ഓർത്തോണേ, തമ്പുരാനോടൊപ്പം നടന്നാൽ അതിര് വെച്ച് കാക്കുന്ന ഒരു ദൈവമുണ്ട്. അതിര് വെക്കും. അതിര് വെക്കുക സത്യമാണ്. അതിര് വെക്കും. ഞാനിപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഒരിക്കൽ കോട്ടയം പോകും. അത്യാവശ്യമായിട്ട് രാത്രി കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകണം, ഒരാളെ കാണണം. പക്ഷെ അവിടെ പോയേ ഒക്കത്തുള്ളൂ. അപ്പോൾ ആ സമയത്തെല്ലാം ഞാൻ അടുപ്പിച്ച് ഉറക്കളപ്പോൾ. അപ്പം എനിക്കറിയാം, ഭാര്യയ്ക്കറിയാം ഞാൻ ഉറങ്ങിപ്പോകുന്നു. അവളോട് ഞാൻ പറഞ്ഞു, ഇന്ന് ആരെയും എനിക്ക് പോയേ ഒക്കത്തുള്ളൂ. അപ്പം പോകാൻ ഇറങ്ങിയപ്പോൾ അവളോട് പറഞ്ഞു, അച്ഛാ ഒറ്റയ്ക്ക് പോകല്ല, എന്ത് ചെയ്യാൻ? ഒരു കാര്യം ചെയ്യും, എൻ്റെ മോൻ കേഫായെ കയറ്റിവിട്ടു. മോനെ ഉറങ്ങരുത് മക്കളെ. അപ്പായോട് വർത്താനം പറഞ്ഞുകൊണ്ടേ ഇരുന്നോണം. അവനെ കേപ്പി സൈഡിലെത്തി. ഇട്ടിപ്പാറ കഴിയുന്നതിന് മുമ്പ് അവൻ കുറുക്കം വലിച്ചു. എന്നാണ് പിള്ളേർ വണ്ടിയെ കയറുമ്പോഴേ എന്ത് ചെയ്യും? ഉറങ്ങും. ഉറങ്ങിക്കഴിഞ്ഞ് ഞാൻ പോവാ. കുറച്ചിങ്ങനെ ചെന്ന് പാമ്പാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ കോട്ടയം പോവാ. എനിക്കറിയാൻ എന്തോ പറ്റും. എൻ്റെ ഇരുന്നൊരു കൊച്ചു നാനോ കാറാ. എൻ്റെ പൊന്നു പ്രിയരെ, ഞാൻ ചവിട്ടിയത് എന്തിനു ചവിട്ടിയെന്ന് ഇപ്പോഴും എന്നോട് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ എന്തോ ചവിട്ടി നടുറോടി. പെട്ടെന്നൊരു കാര്യം വന്നു. പുറകെ വന്ന ഫുൾ ലോഡുമായിട്ട് വന്ന മഹേന്ദ്ര പിക്കപ്പ് നാനോയെ ഇടിച്ചു. നാനോ എന്ന് പറയുന്ന പേര് തന്നെ ടൈനിന്നാ, സ്മോളാ, ചെറുതാ. മൊത്തം പോയി കാണുമെന്ന് എനിക്കറിയാം. അവൻ ഉണർന്നു. എന്തോ പറ്റി? ഒന്നും പറ്റിയില്ല, ബാ നോക്കാം. ഇതൊക്കെ ഇറങ്ങി ചെന്നപ്പോൾ ഞാൻ ഓർത്തു, നാനോയുടെ ഇഞ്ചൻ പുറകിലാ, മുമ്പിലല്ല. നാനോക്കാരൻ്റെ ഇഞ്ചൻ പുറകില. ഇടിച്ച് തീർന്ന് കാണും. ഏതായാലും എല്ലാം പോയല്ലോ കർത്താവേ എന്ന് വെച്ച് എന്നപ്പം താണ്ട് മഹേന്ദ്ര ജീപ്പുകാരൻ ഇറങ്ങി വരിക, പിക്കപ്പുകാരൻ. എന്നെ പണിയത് കാണിച്ച്. ഞാൻ പറഞ്ഞു, സോറി സാറേ, അബദ്ധം പറ്റി പോയതാ. എന്നാലും ഒരു ഗ്യാപ്പിട്ട് വേണ്ടായിരുന്നോ വരാൻ? അവൻ പറഞ്ഞു, കണ്ടോ? ഞാൻ നോക്കിയപ്പോൾ അതിന്റെ ബമ്പർ മുഴുവൻ ഇടിച്ചകത്ത് കയറിയിരിക്കുക. എന്റെ വണ്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല. നാനോയെ പിക്കപ്പ് പിടിച്ചാൽ നാനോ കാണാൻ പാടില്ല. പക്ഷെ അവിടെ പിക്കപ്പിന്റെ ഫ്രണ്ടെല്ലാം പോയി അവൻ കരയുക. കർത്താവ് എന്ത് പറഞ്ഞു? മിണ്ടണ്ട, പൊക്കോ, ഞാൻ നിനക്ക് എന്തോ വെച്ചേക്കുക? അതിര് വെച്ചേക്കുക. കണ്ടോ? ചെറിയ കാര്യമാണെങ്കിലും ദൈവം നമുക്ക് എപ്പോഴും അതിര് വെക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയിലൊക്കെ ഇവിടെ വന്നിരിക്കുക. അങ്ങനെ ഞാനങ്ങോട്ട് തിരിഞ്ഞ് ചിന്തിച്ചാൽ 1000 അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. ഇന്നിവിടെ നിൽക്കത്തക്കവണ്ണം അല്ലാതെ എപ്പോഴേ തട്ടിപ്പോകാമായിരുന്ന, കരണ്ട് അടിച്ചു, വെള്ളത്തിൽ മുങ്ങിപ്പോയി. അത് കഴിഞ്ഞ് മെയ് മാസത്തിന്റെ അവസാനം ഒരു രോഗം വന്ന് വല്ലാത്ത സെൻസേഷൻ എല്ലാം പോയി, ബാലൻസ് പോയി. ഒരിക്കലും ഇനി നിൽക്കുമെന്ന് ഞാൻ ഓർത്തില്ല. പക്ഷേ കുറേ നാളൊക്കെ പിടിച്ചുകൊണ്ട് ഇരുത്തി പ്രസംഗിച്ചു. അപ്പോഴൊരാഗ്രഹം, ഇരുന്നുകൊണ്ടാണെങ്കിലും പ്രസംഗിക്കണം. പക്ഷേ ഭാര്യ കൂടെ പറയും, ഇരിക്കുന്ന അഹങ്കാരം കൊണ്ടാ, സുഖം പിടിച്ചുപോയി, അങ്ങ് സുഖിച്ചുപോയി. എഴുന്നേൽപ്പിക്കാനാ. പക്ഷെ നമുക്കല്ല, പക്ഷെ നിന്നാ പേടിയാ, വീണുപോയ എന്തോ ചെയ്യും. പക്ഷെ ഒന്നെനിക്കറിയാം, തമ്പുരാൻ അതിര് വെച്ചില്ലായിരുന്നെങ്കിൽ എന്നെയും നിങ്ങളെയൊക്കെ സമുദ്രത്തിന് മാത്രമല്ല നമുക്കും അതിര് വെച്ച ഒരു ദൈവമുണ്ടെന്ന് ഹൃദയത്തിൽ നിന്ന് അനുഭവങ്ങളിൽ പറയാൻ കഴിയുന്നവരെല്ലാം ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ
വല്ലഭൻ കാക്കും. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്നെന്നെ വല്ലഭൻ കാക്കും. അതിൽ വെച്ച് കാത്ത ഒരു ദൈവം. ഇരു കരങ്ങളും ശിരസിന്റെ മുകളിൽ ഉയർത്തി ആവോളം ശക്തിയോടൊന്ന് കൈയടിച്ചേ. അങ്ങനെ അനുഭവങ്ങളുള്ളവരൊക്കെ, ആ അനുഭവങ്ങളുള്ളവർ ആവോളം ശക്തിയോടെ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും വലയമായി നിന്ന് എന്നെ വല്ലഭം കാക്കും, വല്ലഭം കാത്തു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിരുവെച്ച് 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 കാത്ത ദൈവം. ബയോപ്സി എടുത്തപ്പോൾ ഉറപ്പല്ലായിരുന്നോ അത് മറ്റു വല്ലതുമായിരുന്നുവെന്ന്? ബയോപ്സി എടുത്തപ്പോൾ, സ്കാനിങ്ങിന് കിടന്നപ്പോൾ, MRIക്ക് മുമ്പിൽ കിടന്നപ്പോൾ നമ്മൾ ചിന്തിച്ചു മിക്കവാറും മറ്റു വല്ലതുമായിരിക്കാം. പക്ഷേ റിസൾട്ട് വന്നപ്പം ദൈവത്തെ സ്തുതിച്ചു, പിന്നെ മറന്നുപോയി. ഒരുപക്ഷെ അത് മറ്റു പലതുമായിരിക്കാം. എന്നാൽ അതിരുവെച്ച ദൈവം, അതിരുവെച്ച ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചേ, ദൈവത്തെ ഒന്നും സ്തുതിച്ച് ഹൃദയത്തിൽ ഒരു കാര്യമെങ്കിലും ഒന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞേ. അതിരുവെച്ച, അതിരിട്ട് കാത്ത ദൈവം, അതിരിട്ട് കാത്ത ദൈവം. അതിരിടുക മാത്രമാണോ ദൈവം ചെയ്തത്? അല്ല, അതിരുകളെ ദൈവം എന്താക്കും? വിശാലമാക്കും. അതിരുകളെ ദൈവം എന്താക്കും? വിശാലമാക്കും. ഒരു പക്ഷേ ഇങ്ങനെയൊരു സ്ഥലത്തൊക്കെ ഇരുന്നു കൊണ്ട് അതാണ് വലുത്, ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് എയിം എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല, എനിക്കങ്ങനെ തോന്നുന്നില്ല. എങ്കിലും എൻ്റെ ഇന്നലകളെക്കാട്ടിലും എൻ്റെ അതിരുകളെ ദൈവം വിശാലമാക്കി എന്ന് പറയാൻ ഉള്ളിന്ന് നന്ദിയുള്ളവര് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്തേ. ഉള്ളി തട്ടി പറയാൻ കഴിയണ്ടേ, എൻ്റെ അതിരുകളെ ദൈവം എന്താക്കി? വിശാലമാക്കി. അല്ലേ? അതിരുകളെ എന്താക്കി? വിശാലമാക്കി. സ്തുതിച്ചേ, അതിരുകളെ എന്താക്കി? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ സഹോദരൻ ജക്കുവിനോട് പറഞ്ഞു, ഞാൻ 2010 ഇവിടെ 9-ലോ 10-ലോ UK വന്നാണ്. അന്ന് എൻ്റെ കസിനാണ് എന്നെ കൊണ്ടുവരിക, എൻ്റെ ചർച്ചിലെ ഒരു സഹോദരനുമാണ്. അദ്ദേഹം അന്നേരം മീറ്റിങ്ങൊക്കെ ഇങ്ങനെ വിളിച്ചൊക്കെ ചോദിക്കും. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാൻ കഴിയും, അങ്ങനെ കാലങ്ങളൊക്കെ മുമ്പോട്ട് പോയി. ഞാൻ ഈ സാക്ഷ്യം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു 3 തലമുറയായി കർത്താവിൻ്റെ വേല ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പച്ചൻ പ്രായമായിട്ടാണ് ഇറങ്ങിയത്. അപ്പച്ചൻ പിന്നെ അധികം നാൾ ജീവിച്ചില്ല. അപ്പച്ചൻ 83 മരിച്ചുപോയി. 78 പപ്പ ജോലി കളഞ്ഞു വന്നു. പിന്നൊരു കടയുണ്ടായിരുന്നു, അത് വിട്ടു. അങ്ങനെ പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. പിന്നെ ഞാനും ആ പാതയിലോട്ടൊക്കെ വന്നു. അങ്ങനെ 3 തലമുറയുടെ ഒരു അധ്വാനം കൊണ്ടാണ് റാന്നിയിലൊരു സഭയും അതിനോട് ചേർന്നൊരു 10-60 പ്രവർത്തനങ്ങളും ഒക്കെ ന്യൂ ഇന്ത്യ ദിവസയുടെ ഭാഗമായിട്ടുണ്ടായത്. ഒരു 3 തലമുറയുടെ അധ്വാനമാണ്. 1-2 വർഷമല്ല, ഒരു 2 തലമുറ ഉരുകി തീർന്നു. എൻ്റെയും ആയുസിൻ്റെ ഒരു പുരുഷഭാഗം. ഞാൻ ജക്കുവിനോട് പറഞ്ഞു, ഈ ആയുസ് ഞാൻ അലഞ്ഞതുപോലെ ഒരു മനുഷ്യൻ അലഞ്ഞൊന്നും എനിക്കറിയില്ല. ഒരു 3 ആയുസ് അലയേണ്ട അലച്ചിലൊക്കെ കഴിഞ്ഞു. അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ ചർച്ചൊക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ്ഡായി. 2010 അമ്മ മരിച്ചു. എൻ്റെ അമ്മ വലിയൊരു സപ്പോർട്ടായിരുന്നു. അമ്മ ഒരു വൈബ്രൻ്റ് അമ്മയായിരുന്നു എൻ്റെ അമ്മ. അതെനിക്ക് അഭിമാനത്തോടെ പറയാം. എൻ്റെ അമ്മ എന്നെ സുവിശേഷ വേലയ്ക്ക് ഇറക്കിയത് ഒരമ്മയും ചെയ്യാത്ത പോലെ. എടാ നീ ഇറങ്ങണം, നിന്നെ വയറ്റിൽ കിടന്നപ്പം നേർന്നു. അത് ഞാനിപ്പോൾ എന്ത് വേണം? എന്നോട് ചോദിച്ചിട്ടാണ് വയറ്റിൽ കിടക്കുമെന്ന് വരാൻ പറയും. അതൊരു ആൺകുഞ്ഞായിരുന്നെന്നും ആൺകുഞ്ഞാണെ കർത്താവിനുള്ളതാണെന്നും എല്ലാം പറഞ്ഞതാണ്. നമ്മളോട് ചോദിക്കാതെ ഒരു കാര്യം ചെയ്തിട്ട് അങ്ങനൊന്നും അല്ലടാ, നീ ഇറങ്ങണം. ഇറങ്ങത്തില്ല. അപ്പോൾ എനിക്ക് സോഷ്യൽ വർക്ക് ഇഷ്ടമാണ്. ഞാൻ എവിടെയെങ്കിലുമൊക്കെ ഒരു സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ ചാരിറ്റിയൊക്കെ ചെയ്ത് ജീവിച്ചോളൂ. അമ്മ പറഞ്ഞല്ല, ഇറങ്ങണം. ഇറങ്ങത്തില്ലെന്ന് ഇങ്ങനെ വാശി പിടിച്ചപ്പോൾ എൻ്റെ അമ്മ എന്നെ മുറിക്കകത്ത് കയറ്റി കുറ്റിയിട്ട് കഥകിന്, എടാ നീ ഇറങ്ങണം, സമയമായി. ഇല്ലമ്മ. ഇടിക്കാൻ തുടങ്ങി നെഞ്ചത്ത്. 500 നമ്മുടെ പഴയ അമ്മമാരുടെ ഒരു ഇടിയുണ്ട്. ഇതൊക്കെ കണ്ടാൽ തോന്നുന്നു നിങ്ങളൊക്കെ ഇവിടെ ജനിച്ചാന്ന്. അമ്മമാരിടിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? പറയണ്ട, ഇടിച്ചിട്ടില്ലേ? എൻ്റെ അമ്മയ്ക്ക് എന്നെ ഇടിക്കുന്നറിയായിരുന്നു. കൊച്ചിലെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മ ഇടിക്കുന്നത്. ഇടിക്കുമ്പോൾ അമ്മ ഇടിക്കാതിരിക്കാൻ അമ്മയുടെ കയ്യെ ഞാൻ ഞാലുമായിരുന്നു. അപ്പോൾ എന്നെയും പൊക്കി ഇടിക്കുമായിരുന്നു. അതാണ് നമ്മുടെ സാധാരണ അമ്മമാരൊക്കെ ദണ്ണം വന്നാൽ എവിടെ തീർക്കും? അവരോടൊക്കെ എനിക്ക് അവരോടൊക്കെ സഹതാപമേ ഉള്ളൂ. അതൊക്കെ സ്വാഭാവികമല്ലേ, പാവം പിടിച്ച അമ്മമാരല്ലേ. അങ്ങനല്ലേ നമ്മൾ പല രക്ഷപ്പെട്ടു. നീ പോടി, നിനക്ക് കെട്ടുപൊടി അവനെ, നീ കെട്ടുപൊടി അവനെ എന്നൊക്കെ ചോദിച്ച് ഇട്ടിച്ച് അവരുടെ നെഞ്ച് കലങ്ങിയല്ലേ പലതും രക്ഷപ്പെട്ടു പോയത്. ചിലതൊക്കെ ഇങ്ങനെ അതിനെ തന്നെ കെട്ടിയാൽ മതി എന്നൊക്കെ പറയുമ്പോഴേ അച്ചായം വാക്കത്തി എടുത്തോണ്ട് വരും. അമ്മ പറയും, മാറിക്കും, നിങ്ങളെ മനുഷ്യ കൊല്ലാണ്ട, നിങ്ങളെന്തിനാ ഇവളെ കൊന്നിട്ട് ജയിലിൽ പോന്നേ? നിങ്ങൾ അമ്മ അവളുടെ അവസാനം അമ്മയുടെ ഒരു വജ്രായുധമുണ്ട്. എന്താ? ഇടിയാണ്. ഇടി ഇപ്പോഴത്തെ ഒന്നും ഇടിച്ചാൽ ഏക്കത്തില്ല, കല്ല് പോലെ ഇങ്ങനെ നിൽക്കും.
അപ്പോൾ ആരോ സിനിമാ പാട്ടുണ്ട്, നെഞ്ചിലാകെ കല്ലാണ്. ഏതായാലും എൻ്റെ അമ്മ ഇടിക്കാൻ തുടങ്ങി. എടാ സമയമായി, ഇറങ്ങടാ, ഇറങ്ങ്. അമ്മയുടെ ഇടിക്ക് മുമ്പ് ഞാനങ്ങ് സുവിശേഷകരയ്ക്ക് ഇറങ്ങിയത്. ഇന്നത് ഇഷ്ടമാണെങ്കിൽ അന്ന് ഇടിച്ചിറക്കിയത്. ലോകത്തെ ഞാൻ ആരോടും പറയുക, അമ്മ താൻ തന്നെ എൻ്റെ ദൈവം എന്നെ ഉപയോഗിച്ച് കൃപയാൽ വിശ്വാസത്തിൽ വന്നൊരു സഹോദരൻ പപ്പായോട് പറഞ്ഞ് അത്യാവശ്യമായിട്ട് വീട്ടിൽ വരണം. അപ്പ പോയിട്ട് വന്നപ്പം മുഖം വല്ലാതിരിക്കുക. ഞാൻ ചോദിച്ചു, എന്തോ വേണോ, എന്തോ പറ്റി? ഒന്നുമില്ല. എന്തിനാ അപ്പായെ വിളിച്ചേ? ഒന്നുമില്ലടാ. അല്ല, എന്തോ ഉണ്ടല്ലോ, എന്നെ വിളിച്ചേ. ചോദിച്ചപ്പോൾ അപ്പ പറഞ്ഞു, ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ. എന്താ? നീ ഇനി ഇവിടെ പ്രസംഗിക്കാൻ പാടില്ല. അപ്പം ഞാൻ ചോദിച്ചു, ഞാനെന്തോ ചെയ്തു? ഞാനെന്തോ കുറ്റം ചെയ്തേ? അത് നീ പ്രസംഗിക്കുമ്പം തമാശ പറയും, അപ്പം ചിരിക്കും. യോഗത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? ചിരിക്കാൻ പാടില്ല. സീരിയസ് ആയത്. എന്നെ സംബന്ധിച്ച് എനിക്കത് വലിയ പാടാ, സീരിയസ് ആയിട്ട് ജീവിക്കാൻ. അപ്പം ഞാൻ അപ്പാടി ചോദിച്ചു, ഇനി ഞാനെന്തോ ചെയ്യണം? അപ്പോൾ പറഞ്ഞു, എന്തോ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ നിന്റെ അമ്മയും ഞാനും കൂടെ കുടലുണങ്ങി ഉപവസിച്ച സഭയാണ്. കുടലുണങ്ങി 40-21 കയ്യും കണക്കില്ല. അങ്ങനൊക്കെ ഇതുണ്ടായത്. കൊളാക്കല്ലേ. അതൊരപ്പൻ്റെ അപേക്ഷ. ഞായറാഴ്ച രാവിലെ എല്ലാവരെയും കയറ്റി ഇരുത്തിയിട്ട് ഞാൻ സ്കൂട്ടാകും. എന്നോട് ചോദിച്ചു, എവിടെ പോവാ? എന്നെ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എവിടെ? ആരും ക്ഷണിച്ചില്ല. ചിലപ്പോൾ ഞാൻ ചിലയിടത്ത് ചെന്ന് കയറുമ്പോൾ, പ്രിൻസ് എന്താ വന്നേ? ആത്മാവ് ഇട്ടതാ ഇവിടെ വരണമെന്ന്. എന്നോട് ഒരാത്മാവും പറഞ്ഞില്ല. വെറുതെ ഞാൻ ആത്മാവിനെ കൂട്ടുപിടിച്ചു. കള്ളം പറഞ്ഞു, സത്യമാണ്. ഇതിനാണ് പഠിക്കുന്നത്. പിന്നെ ചിലപ്പോഴൊക്കെ എങ്ങും കയറാതൊക്കെ ഞാൻ തിരിച്ചു വരും. അന്ന് ഞാൻ വല്ല ഒതുക്കി വണ്ടി ഇട്ടിട്ട് പ്രാർത്ഥിക്കും. ഞായറാഴ്ച ആരെങ്കിലും എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചാൽ, ബാക്കിയെല്ലാ ദിവസവും എനിക്ക് ഇഷ്ടം പോലെ ജോലിയുണ്ട്, ഞായറാഴ്ച പോകാം എന്ന് ഞാൻ അഹങ്കാരം പറയല്ലേ, എളിമപ്പെട്ട് പറയുക. 6 മണിയാകുമ്പോൾ ഫസ്റ്റ് സർവീസിന് ആൾ വരും. 7-6:30 ആകുമ്പോഴത്തേനും ഞാനവിടെ നിൽക്കണം. പിന്നെ പവർ വിഷൻ 1,00,000 പേരെങ്കിലും ഒരു വീട്ടിലെ സഭയും കാണും. ഏകദേശം കണക്കൊക്കെ അതൊക്കെയാണ്. പിന്നെ അത് കഴിഞ്ഞ് 2ാം സെക്ഷൻ, അത് കഴിഞ്ഞ് വൈകിട്ട് കോട്ടയത്ത്. ഇങ്ങനെ ഓടുമ്പോൾ ഒന്നെനിക്കറിയാം, ഞാനൊരു ഞായറാഴ്ച എന്നെ ആരെങ്കിലും വിളിക്കണമെന്ന് പ്രാർത്ഥിച്ചത്. എൻ്റെ അതിനെ വിശാലമാക്കുന്ന ഒരു ദൈവത്തെ അറിയാം. അതിരിട്ട് കാക്കുകയും ചെയ്യും, അതിരിനെ വിശാലമാക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാ അതിരുകളും വിശാലമാക്കി ഇതുവരെ കൊണ്ടെത്തിക്കുമ്പോൾ തിരിഞ്ഞു നോക്കി ഒന്നേ പറയാനുള്ളൂ, അതിരിട്ട് കാത്ത ദൈവത്തിൻ്റെ കൃപ. 2, അതിരുകളെ വിശാലമാക്കിയ ദൈവത്തിൻ്റെ കൃപ. കൈ ഉയർത്തി പ്രാർത്ഥിച്ച്. അതിരുകളെയൊക്കെ വിശാലമാക്കിയിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. നമ്മുടെ കുറവുകളെല്ലാം ഒത്തിരി ഉണ്ടായിട്ടും അതൊന്നും കണക്കിടാതെ അതിരുകളെയൊക്കെ വിശാലമാക്കി എങ്ങനെയെങ്കിലുമൊക്കെ ഇവിടം വരെ കൊന്നെത്തുമ്പോൾ കഴിവോ മിടുക്കുമൊന്നും അല്ലല്ലോ. അതിനെക്കാട്ടിലൊക്കെ മാർക്കുള്ളവരവിടെ ഇരിപ്പില്ലേ? അതിനെക്കാട്ടിലും മിടുക്കരവിടെ ഇരിപ്പില്ലേ? അന്ന് ക്ലാസ്സിൽ നമ്മളെക്കാട്ടിലും സ്മാർട്ടായിട്ടിരുന്നവരൊക്കെ അവിടെ ഇരിപ്പില്ലേ? എന്നിട്ടും ദൈവം തമ്പുരാൻ ഇവിടം വരെ കൊണ്ടുവന്നില്ലേ? അതിരിട്ടില്ലേ? അതിര് വിശാലമാക്കിയില്ലേ? നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ. ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ. ഒറ്റ കാര്യമേ പാടുള്ളൂ, മറക്കരുത്. വചനം കൂടെ പറയുന്നു, മറക്കരുത്. മരുഭൂമി നിന്നെ താഴ്ത്തി പരീക്ഷിച്ച് പിന്നത്തേത് നന്മ ചെയ്ത് നീ കുഴിക്കാത്ത കിണറും നീ വെക്കാത്ത വീട്ടിലും ഒക്കെ താമസിക്കുമ്പോൾ നിന്നെ നടത്തിയ ദൈവത്തെ മറക്കരുത്. അതിര് വിശാലമാക്കി കർത്താവേ നന്ദി പറഞ്ഞേ. ഹൃദയത്തിൽ നിന്ന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച്. അതിര് വെച്ചില്ലേ? അതിരിട്ട് സൂക്ഷിച്ചില്ലേ? അതിരിനെ വിശാലമാക്കിയില്ലേ? 1000 അനുഭവങ്ങൾ സമുദ്രത്തിന് അതിരിട്ട ദൈവം. മൂന്ന്, അതിരിട്ടുക മാത്രമാണോ ചെയ്തത്? അതിര് വിശാലമാക്കി. നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിന് എന്ത് വെക്കരുത്? അതിര് വെക്കരുത്. എല്ലാവരും പറഞ്ഞ്, ദൈവത്തിന് എന്ത് വെക്കരുത്?
അടുത്തിരിക്കുന്ന ആടെ കരം പിടിച്ച് പറഞ്ഞ്, തമ്പുരാൻ അതിര് വെക്കരുത്, ഇത് വെക്ക മതി, ഈ പിണങ്ങരുതേ. എനിക്ക് ഇവിടുത്തെ ജോലി കോണ്ടസ്റ്റൊക്കെ കുറച്ചൊക്കെ മനസ്സിലാവും. പക്ഷെ ഞാൻ എൻ്റെ നാടിൻ്റെ കോണ്ടസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പറയും, നാട്ടിലിപ്പം ഭയങ്കര ട്രെൻഡാന്നേ. പുതിയ കമ്മിറ്റിയൊക്കെ വന്ന യൂത്തൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് സഭായോഗത്തിൻ്റെ സമയം കുറയ്ക്കുക. മറ്റേ ഞങ്ങളുടെ യോഗം 9 മണിക്ക് തുടങ്ങിയിട്ട് 5 മണിക്ക് തീരാത്തതുണ്ട്, തീർന്നില്ല, ആരും പോയില്ല. പക്ഷെ ഇന്ന് എല്ലാവരും കയറി വരുമ്പോൾ ആദ്യം ചെയ്യുന്നത് സഭായോഗം 3 മണിക്കൂറായിരുന്നത് 2:30 ആക്കി, 2 ആക്കി, ഇപ്പോൾ അത് 1:30 ആക്കുന്നു. സഭായോഗത്തിൻ്റെ സമയം രാവിലെ വന്ന് പോവുക. പണ്ടൊരു ഗൾഫുകാരൻ നാട്ടിൽ വരുമ്പോഴെല്ലാം തൊട്ടടുത്തിരിക്കുന്ന ഒരു പാമ്പ് പിടിച്ചവനുണ്ട്, അയാൾക്ക് ഒരു 1000 രൂപ കൊടുക്കും. ഒരു വട്ടം പോയിട്ട് ഗൾഫിലല്ല, ദുബൈയിൽ നിന്ന് വരുമ്പോഴൊക്കെ ഇങ്ങനെ ഗൾഫുകാർ കൂടുതൽ നാട്ടിൽ വരുന്ന ആരാ? UK കാരെക്കാട്ടിലും അമേരിക്കക്കാരിലും കൂടുതൽ നാട്ടിൽ വരുന്ന ആരാ? ഗൾഫുകാരാ. അതുകൊണ്ട് പലരും ഗൾഫിൽ നിൽക്കാനും ഇഷ്ടപ്പെടുന്നു. എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടായ 4 മണിക്കൂർ കൊണ്ട് എവിടെ എത്താം? വീട്ടിലെത്താം. ഏതായാലും ഗൾഫുകാരൻ നാട്ടിൽ വരുമ്പോൾ അടുത്തുള്ള പാമ്പ് പിടിച്ചുകൊണ്ട് 1000 രൂപ കൊടുക്കും. വർഷങ്ങളായിട്ടുള്ളൊരു പതിവാ. ഒരു വട്ടം കൊടുത്തില്ല, കൊടുക്കാഞ്ഞപ്പം അയാൾ പോകാൻ നേരത്ത് തല ചൊറിഞ്ഞോണ്ട് ചെയ്യുന്നു, കിട്ടിയില്ലല്ലോ നമുക്കുള്ള ഒരു വീതം. അപ്പോൾ ഈ അച്ചായൻ പറഞ്ഞു ഗൾഫുകാരനെ വീട് പണിയൊന്ന് തുടങ്ങണം. തുടങ്ങി, ഭയങ്കര ടൈറ്റായി പോയി, അതുകൊണ്ടാണ് തരാഞ്ഞത്. വീടെടുത്ത് ചോദിച്ചു, എൻ്റെ 1000 കൊണ്ട് വേണം നിനക്ക് വീട് പണിയാൻ, എൻ്റെ 1000 കൊണ്ട് വേണം നിനക്ക് വീട് പണിയാൻ. ഇതുപോലെ തമ്പുരാൻ ഒരു ദിവസം എല്ലാത്തിനെയും കുടയും, എൻ്റെ അരമണിക്കൂർ എടുത്ത് വേണം നിനക്ക് കറങ്ങാൻ. കുറച്ച് ഇപ്പം എല്ലാവരും ആരെയാ കുറയ്ക്കുക? കുറച്ച് എല്ലാവരും ആരെയാ കുറയ്ക്കുന്നേ? ദൈവത്തെ കുറയ്ക്കുന്നു. ദൈവത്തെ കുറയ്ക്കാൻ പാടുണ്ടോ? ഇല്ല. ദൈവത്തിന് എന്ത് വെക്കരുത്? അതിര് വെക്കരുത്. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിന് എന്ത് വെക്കരുത്? അതിര് വെക്കരുത്. ഉറക്കെ പറ, ദൈവത്തിന് എന്ത് വെക്കരുത്? ക്ഷമിക്കണേ, നല്ല മസിലുള്ള പിള്ളേരാ. ഞാൻ അവരോടൊക്കെ ചോദിക്കുക, എത്ര മുട്ട കഴിക്കും? നോ കാർബ്, ഷുഗർ കട്ട്, 20 മുട്ട, 1 കിലോ ചിക്കൻ, പിന്നെ 4 മണിക്കൂർ വർക്കൗട്ട്. നല്ല മസിലാണ്, കാണാൻ നല്ല അഴക. പക്ഷെ ഇവന്റെ കയ്യടി കാണുമ്പോൾ എനിക്ക് സങ്കടം വരും. ഇത്രയും ലിഫ്റ്റ് ചെയ്യുന്നവന് ഇങ്ങനെ തോണ്ടി നിൽക്കുന്ന കാണുമ്പോൾ സത്യത്തിൽ ചെപ്പക്കുറ്റിക്ക് ഒരെണ്ണം കൊടുക്കാൻ തോന്നും. ഞാൻ ഒരെണ്ണത്തിന് കൊടുക്കുകയും ചെയ്തു ഒരെണ്ണം. പിന്നെ അങ്ങ് സങ്കടമായി. എൻ്റെ ദണ്ണത്തിലോ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോണ്ടൊന്നും പറഞ്ഞില്ല. കാരണം അത്രയും മസിലൊക്കെ ഉള്ളപ്പോൾ ഒന്ന് കൈയടിക്കണ്ടേ? എല്ലാവരും അതിര് വെക്കുന്ന എന്തിനാ? ദൈവത്തിനാ. ഒരു കാര്യം ഓർത്തോണേ, അതിര് വിശാലമാക്കിയ ദൈവത്തിന് ഒരിക്കലും അതിര് വെക്കരുത്. അതിരില്ലാതെ ദൈവസന്ധി പ്രാർത്ഥിക്കണം, അതിരില്ലാതെ ദൈവത്തെ ആരാധിക്കണം, അതിരില്ലാതെ ദൈവത്തിന് വേണ്ടി നിൽക്കണം. ഇത് മതിയെന്ന് ദൈവിക കാര്യങ്ങളിൽ വെക്കാതിരുന്നാൽ വീണ്ടും അതിരുകളില്ലാതെ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കൃപ അനുഭവിക്കാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിര് വെക്കരുത്. പറഞ്ഞേ, എന്ത് വെക്കരുത്? അതിര് വെക്കരുത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ദൈവം ഇട്ട അതിരുകൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മാറ്റരുത്. ഇന്ന് അതിരുകൾ പൊളിക്കുന്നില്ല. വേദസൊരു വാക്യമുണ്ട്, മതില് പൊളിക്കുന്നവനെ പാമ്പ് കടിക്കും. മതില് പൊളിക്കുന്നവനെ എന്ത് ചെയ്യും? പാമ്പ് കടിക്കും. ചിലൊക്കെ ഈ അപ്പന്മാരിട്ട അതിരുകൾ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഏത് അതിര് പൊളിച്ചാലും അതിനെക്കാട്ടും ബെറ്റർ ഒരു അതിര് എന്ത് ചെയ്തിരിക്കണം? ഇട്ടിരിക്കണം. ഇട്ടില്ലെങ്കിൽ പിന്നെ മതിലുകളില്ലാത്തൊരു വീട് അല്ലെങ്കിൽ സ്ഥലം പാടല്ലേ. ഇപ്പൊ എപ്പോഴും ഓർത്തോണം, ദൈവം തമ്പുരാൻ ഇട്ട അതിരുകൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? മാറ്റരുത്. പറഞ്ഞേ, ദൈവം തമ്പുരാൻ വെച്ച അതിരുകൾ എന്ത് ചെയ്യരുത്? മാറ്റരുത്. ദൈവം തമ്പുരാൻ വെച്ച അതിരുകൾ മാറ്റുക. ഡിസ്കഷൻ നടക്കുക, എന്നെയും വിളിച്ചു. സാമൂഹ്യ മദ്യപാനമാണ് വിഷയം. സോഷ്യൽ ഡ്രിങ്കിങ്ങാ, അത് ശരിയോ തെറ്റോ എന്നുള്ളതാണ്. അപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു, ഞാൻ MNC കമ്പനിയിൽ ഇന്ന റാങ്കിയിരിക്കുക, അപ്പം ഞങ്ങളുടെ ഈ വലിയ ഗെറ്റ് ടുഗദറും പാർട്ടികൾ സെമിനാറിനൊക്കെ പോകുമ്പം അവിടെ മദ്യം വിളമ്പും. അപ്പം കുടിക്കാതൊക്കെ ഇരുന്നാൽ പിന്നെ അത് ഒരു മോശം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ഇതിനകത്ത് എടുത്തിട്ട് ഇച്ചിരി നിറച്ച് ഐസിട്ടിട്ട് ഒരു ശകലം ഒഴിച്ച് സിപ്പ് ചെയ്തൊക്കെ നടക്കും. ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചുചെറുക്കൻ വേറൊരാൾ പറഞ്ഞു, സഹോദരൻ ഏത് കമ്പനിയില്ല? ഇന്ന കമ്പനിയില്ല. ഞാൻ ഇന്ന കമ്പനിയുടെ, അദ്ദേഹം വളരെ വിനയത്തോടെ, ഇന്ന കമ്പനിയുടെ ഇന്ന പോസ്റ്റ് ജോലി ചെയ്യുന്ന ആളാണ്. ഞാൻ ആദ്യം ചെന്നപ്പോഴേ തന്നെ പറഞ്ഞു, ഐ എം എ ബിലീവർ, ഞാൻ കുടിക്കില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് ആര് വന്ന് നിർബന്ധിച്ചാലും പെട്ടെന്ന് അവിടുത്തെ സീനിയർ പറയും, അവനെ നിർബന്ധിക്കരുത്, അവൻ ആരാ? ബിലീവറാ. ഞാൻ ചോദിച്ചോട്ടെ, MNC കമ്പനി ജോലി കിട്ടിയത് എങ്ങനെ കിട്ടി? നമ്മുടെ പല പിള്ളേരും രക്ഷപ്പെട്ട എങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ. പല IELTS കിട്ടിയവരുടെ ഇംഗ്ലീഷ് കേട്ടാൽ എനിക്ക് ചിരി വരും. IELTS കിട്ടിയവരുടെയൊക്കെ ആക്സന്റ് കേട്ടുമ്പോൾ പിന്നെ എങ്ങനെ ഈ IELTS പാസ്സായേ? അത് ഭയങ്കര രസമാണ്. വോളിബോൾ കളിയായിരുന്നു. വോളിബോൾ കളിക്കുമ്പോൾ അറിയത്തില്ലേ, ഒരാൾ എന്തോ ചെയ്യും,
പുറകിൽ നിന്ന് ഒരാൾ അടിച്ചു കൊടുക്കും, അപ്പനായിരിക്കും. പിന്നെ കരഞ്ഞുകൊണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ കൊച്ചിൻ്റെ IELTS പരീക്ഷയാണേ, അമ്മയൊന്ന് ലിഫ്റ്റ് ചെയ്യും. ഞങ്ങളുടെ പാസ്റ്റർമാരുണ്ട്, ഒറ്റയടിയാ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഒറ്റയടിക്ക് പന്ത് അവിടെ കിടക്കും, അപ്പുറത്ത് കിടക്കും. അങ്ങനെ പന്ത് അപ്പുറത്ത് കെട്ടാണ് നേഴ്സിംഗ് പാസ്സായതും ജോലി കിട്ടിയതും ഇവിടം വരെ വന്നതും. പലപ്പോഴും സ്മാഷ് ചെയ്തല്ലേ, ആരാ സ്മാഷ് ചെയ്ത്? ഈ ജിമ്മി ജോർജ് ഒക്കെ അടിക്കുന്ന വോളിബോളോടെ ഞങ്ങളുടെ അച്ചായന്മാരടിക്കുന്നത്, ഞങ്ങളുടെ ഉപദേശന്മാർ അടി എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിയാ, യേശുവിൻ്റെ നാമത്തിൽ. ഒറ്റയടിയല്ലോ, ആ അട്ടിക്ക് നിങ്ങൾ തെറിച്ച് ഇവിടെ വന്നു, കടലും കിടന്നെങ്കിൽ വന്നില്ലേ, ഇല്ലാത്ത വഴിയൊക്കെ തുറന്നില്ലേ. അപ്പോൾ തമ്പുരാൻ ഉയർത്തി വിട്ടത് മതിൽ പൊളിക്കാനാണോ? അല്ല. എത്ര ഉയർത്തിയാലും എവിടെ പോയാലും ദൈവമേ അങ്ങിട്ട അതിരുകൾ പൊളിക്കില്ല. ഞാൻ പറയുന്ന കൾച്ചറിനൊന്നും അല്ല. എവരി കൾച്ചർ ദർ ഈസ് എ ബിബ്ലിക്കൽ കൾച്ചർ. എവിടെയും വേദപുസ്തകം ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയണം. എവിടെയും ദൈവത്തിന്റെ പൈതൽ എന്നുള്ള സാക്ഷ്യം നിലനിർത്താൻ കഴിയണം. ദൈവമേ, അതിരില്ലാതെ എന്നെ അനുഗ്രഹിച്ച ദൈവത്തിന്റെ മുമ്പിൽ അതിരി വെക്കാതെ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ദൈവമിട്ട വിശുദ്ധിയുടെ അതിരുകൾക്ക് അകത്ത് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും. ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്, ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ച്, അലക്ഷ്യതകളൊന്നുമില്ലാതെ പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ എന്നെ സഹായിക്കണേ. വെറുതെ ഇരിക്കരുതേ, പ്രാർത്ഥിച്ച് കുറച്ചുകൂടെ ദൈവത്തെ സ്നേഹിക്കാൻ, കുറച്ചുകൂടെ ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ, കുറച്ചുകൂടെ പ്രാർത്ഥിപ്പാൻ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? എന്നൊരു പക്ഷേ ഇന്നലകളിലെക്കാട്ടിലും എൻ്റെ പ്രാർത്ഥനാ ജീവിതം കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ ആത്മീയത അല്ലെങ്കിൽ ആരാധന കുറഞ്ഞിട്ടേ ഉള്ളൂ. എൻ്റെ താല്പര്യം ഇച്ചിരി കുറഞ്ഞുപോയി. ഇന്ന് രാത്രി ഞാനത് മനസ്സിലാക്കുന്നു. പക്ഷെ ദൈവം എനിക്ക് ഒത്തിരി അതിര് വിശാലമാക്കി. അതുകൊണ്ട് അതിരില്ലാതെ എൻ്റെ ദൈവത്തെ സ്നേഹിപ്പാൻ, കുറച്ചുകൂടെ ദൈവത്തോടൊപ്പം നടക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്നുള്ളവരൊക്കെ വിശുദ്ധ കരങ്ങളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പ്രാർത്ഥിച്ച്, കുറച്ചുകൂടെ പ്രാർത്ഥിക്കാൻ, എൻ്റെ പ്രാർത്ഥനാ സമയം ഒന്ന് കൂട്ടാൻ, കുറച്ചുകൂടെ വേദപുസ്തകം വായിക്കാൻ, കുറച്ചുകൂടെ ഒറ്റയ്ക്ക് നടന്ന് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിപ്പാൻ, ഒരു പക്ഷേ അടുക്കളയിൽ വേല ചെയ്യുമ്പോൾ ഒക്കെ പ്രാർത്ഥിപ്പാൻ, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് എത്ര പേർ ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇന്ന് രാത്രി ഒരു പുതുക്കത്തിന്റെ രാത്രിയാകട്ടെ. ഒരു പുതുക്കത്തിൽ ഇത് പോരാ കർത്താവേ, ഇത് പോരാ കർത്താവേ, എനിക്കിത് പോരാ. കർത്താവ് വരാറായി. ലോക സംഭവങ്ങൾ അത് വിളിച്ചറിയിക്കുന്നു. അതുകൊണ്ട് അതിര് വെക്കാതെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണം. സ്വർഗത്തിലേക്ക് നിക്ഷേപിക്കണം. എൻ്റെ നിക്ഷേപം സ്വർഗത്തിലാകണം. പ്രാർത്ഥിച്ച്, എല്ലാവരും പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ. തിരിഞ്ഞു നോക്കി ദൈവത്തിന് നന്ദി പറഞ്ഞ്, എവിടെയായിരുന്നു നാം, ഇന്ന് എവിടെയായിരുന്നു, ഇന്ന് എന്താണ്, എങ്ങനെയാണ് ഇവിടം വരെ വന്നത്? കർത്താവേ, നിന്റെ കൃപ ഒരു സ്വപ്നം പോലെ എന്നെ നടത്തി. ഒരു സ്വപ്നത്തിൽ എന്ന പോലെ നമ്മളെ നടത്തിയ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, ഒരു സ്വപ്നത്തിൽ എന്ന പോലെ നടത്തിയ ദൈവം, ഹല്ലേലൂയ. ദൈവം അതിരിട്ട് കാത്തു, അതിരുകളെ വിശാലമാക്കി. അതിര് വെക്കരുതേ, അതിര് പൊളിക്കരുതേ, അതിര് വെക്കരുതേ, അതിര് പൊളിക്കരുതേ. വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം. അനന്തരം ദൈവം, നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം ആരെ ഉണ്ടാക്കണം? മനുഷ്യനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. അതിന്റെ 27, ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അടുത്തത്, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. അപ്പൊ ഗോഡ് ക്രിയേറ്റഡ് human beings in the image and likeness of God, and God created them. They are bearing the image of God and likeness of God. ദൈവത്തിന്റെ ഇമേജ് ആണ്, ദൈവത്തിന്റെ ലൈക്നെസ് ആണ് മനുഷ്യൻ. ദൈവം ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആണിക്കല്ലാണ് ത്രിയേക ദൈവം. ഇന്ന് ഒത്തിരി പേര് അതിനെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും 20 നൂറ്റാണ്ടായിട്ട് ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടും ഇന്നും ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആണിക്കല്ലായിട്ട് നിൽക്കുന്ന ഒന്നാണ് ത്രിയേക ദൈവത്തോട്. പല രീതിയിൽ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. വെള്ളം കാണിച്ച് പഠിപ്പിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ്? വെള്ളത്തിന് 3 അവസ്ഥകളാണ്. കരമുണ്ട്, ദ്രാവകമുണ്ട്, നീരാവിയുണ്ട്, അല്ലേ? 3 അവസ്ഥകളും ചേർന്നാണ് എന്ത്? വെള്ളം. മുട്ട കാണിച്ച് പഠിപ്പിക്കാറുണ്ട്. ഇതുപോലെ ദൈവം ത്രിയേക ദൈവമാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാ. ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവ ദൂതരുണ്ട്. God, there is a family. That family is God's family.
അവിടെ 3 പേരാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അത് ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആണിക്കല്ലാണ്. സത്യത്തിൽ അതിനെ അതുപോലെ അവതരിപ്പിക്കാൻ മനുഷ്യവാക്കുകൾക്ക് പരിമിതിയുണ്ട്. ഹ്യൂമൻ വേർഡ്സ് ആർ ലിമിറ്റഡ് ടു എക്സ്പ്ലെയിൻ ദ ഡിവൈൻ മിസ്റ്ററീസ്. അത്ര ആഴമായ മിസ്റ്ററിയാണ് ത്രിയേക ദൈവത്തിലുള്ള വിശ്വാസം. പക്ഷെ തൃത്യേക ദൈവത്തെ നാം മനസ്സിലാക്കേണ്ടത് സ്നേഹത്തിലൂടെയാണ്. യോഹന്നാൻ പറയുന്നു, ദൈവം ആരാണ്? സ്നേഹമാണ്. ഗോഡ് ഈസ് ലവ്. പറഞ്ഞേ, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിന് വേണ്ടിയാണ് മനുഷ്യരെല്ലാം കലമ്പല് കൂട്ടുന്നത്. എല്ലാ മനുഷ്യരും കലമ്പ് കൂട്ടുന്നത് എന്തിനു വേണ്ടിയാ? സ്നേഹത്തിന് വേണ്ടിയാ. കലമ്പലുകൾ ഉണ്ടാകുന്നത് സ്നേഹം ഉണ്ടായിട്ടാ കേട്ടോ. സ്നേഹം ഇല്ലെങ്കിൽ നമ്മൾ പഴയ നാട്ടിലെ അമ്മമാരെ കണ്ടിട്ടുണ്ടോ? അച്ചാൻ അടിച്ചാലും മിണ്ടത്തില്ല, എന്തോ പറഞ്ഞാലും മിണ്ടത്തില്ല. രാവിലെ എഴുന്നേക്കും, അടുക്കളയിൽ കയറും, ഒരു പരാതിയില്ല. നമ്മളോർക്കും ഭയങ്കര സീതയും സാവിത്രിയെ പോലെ വലിയ മാർഗദർശിയായ അമ്മയാണ്. അല്ല, അമ്മ നിർവികാരിയായിപ്പോയി. ഈ ലവ് ടാങ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് മനുഷ്യനകത്ത്. അതിങ്ങ് ശൂന്യമാണെങ്കിൽ യാതൊരു പരാതിയും കാണത്തില്ല. അതാണ് നമ്മുടെ പഴയ അമ്മമാർ. അവർക്കൊരു പരാതിയില്ല. അച്ചായം വന്നാലും കുഴപ്പമില്ല, വന്നില്ലേലും കുഴപ്പമില്ല, മിണ്ടത്തില്ല, ഒരു പരാതിയില്ല. അത് ലവ് ടാങ്ക് അങ്ങ് ശൂന്യമാണ്. ലവ് ടാങ്ക് ഇച്ചിരിയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സന്ധ്യയാകുമ്പോൾ ചോദിക്കും, നിങ്ങൾ എവിടെയാ? നിങ്ങൾ ഇവിടെ പോയി കിടക്കുക, ഇവിടെ വന്നിരിക്കരുത്, നിങ്ങൾ പോയി കിടക്കുക, വർത്താനം പറയാം, ഒരു ബോധമില്ല, ഇവിടുന്ന് പോയാൽ ഇവിടെ ഒരു മനുഷ്യരുണ്ടെന്ന്, ഞാൻ ഈ പിള്ളേരെ ഞാനും ഇറങ്ങിപ്പോവുക എന്നൊക്കെ പറയുന്ന ഇച്ചിരിയൊക്കെ സ്നേഹമുള്ളതുണ്ട്. സ്നേഹം മനുഷ്യന് ആവശ്യമാണ്. മനുഷ്യനെ നിലനിർത്തുന്നതും എന്തിനു വേണ്ടിയാ? മനുഷ്യന്റെ ആഗ്രഹം എന്താ? സ്നേഹമാണ്. അപ്പൊ സ്നേഹം ബന്ധമാണ്. ബന്ധത്തിലൂടെ നമ്മൾ സ്നേഹത്തെ അറിയത്തുള്ളൂ. ഈ ഭൂമി നമ്മൾ മാത്രം, ഒരേ ഒരാള്, നമ്മൾ മാത്രം. നമുക്ക് സ്നേഹം തോന്നുവോ? വെറുപ്പ് തോന്നുവോ? സ്നേഹം തോന്നുവോ? വെറുപ്പ് തോന്നുവോ? വെറുപ്പ് തോന്നുവോ? സ്നേഹം തോന്നുവോ? നമ്മളോട്. നമ്മൾ മാത്രം ഈ ഭൂമി ഇഷ്ടപ്പെടുവോ? ഇല്ല. നമുക്ക് നമ്മളെ ആക്കുന്നത് ബന്ധങ്ങളാണ്. ആണോ? അല്ലേ? ബന്ധങ്ങളാണ് നമ്മളെ ആക്കുന്നത്. ആണോ? ബന്ധങ്ങളല്ലേ നമ്മളെ ആക്കുന്നത്? ആണോ? അതാണ് ദൈവത്തിന്റെ സ്നേഹം. സ്നേഹം ബന്ധമാണ്. ഗോഡ് ഈസ് റിലേഷൻഷിപ്പ്. ഗോഡ് ഈസ് ലവ്. ലവ് ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. പേഴ്സൺ ഈസ് ഓൾ അബൌട്ട് റിലേഷൻഷിപ്പ്. വ്യക്തി എന്ന് പറയുന്നത് എന്താണ്? ബന്ധമാണ്. അപ്പം ദൈവം ബന്ധങ്ങളുടെ സ്വരൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മറക്കരുത്. എന്തിന്റെ സ്വരൂപത്തിൽ? ബന്ധങ്ങളുടെ സ്വരൂപത്തിൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. 1980-കൾക്ക് മുമ്പുള്ള മക്കളെ, ഏകദേശം 80-നൊക്കെ മുമ്പുള്ള മനുഷ്യരെ രൂപപ്പെടുത്തിയിരുന്നത് ബന്ധമാണോ മീഡിയ ആയിരുന്നോ? ബന്ധമായിരുന്നോ മീഡിയ ആയിരുന്നോ? ബന്ധമായിരുന്നു. അന്ന് ആകെപ്പാടെ ഉണ്ടായിരുന്ന മീഡിയ പത്രമാണ്. പത്രം വന്നാൽ പിടിച്ചു പറയുക. ഒരാൾ അകത്തെ പേപ്പർ കൊണ്ടുപോകും, ഒരാൾ മറ്റേ ബാക്കി 4-ാം പേജിലായിരിക്കും. കിട്ടാൻ പാട്. ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒന്ന് പത്രം. പിന്നെ റേഡിയോ ആയിരുന്നു. ആകാശവാണി, തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ. വായിക്കുന്നത് ഇന്ന അല്ലേ? വായിക്കുന്ന അതുകൂടെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പം ഒരു സാധനം വന്നു, TV വന്നു. TV വെക്കുമ്പം ഒറ്റ ചാനലേ ഉള്ളായിരുന്നു, ദൂരദർശൻ. അപ്പോൾ അത് ആന്റിന വെച്ചാ കിട്ടുന്നത്. കാറ്റടിക്കുമ്പോൾ എന്തോ പോകും. അപ്പോൾ അച്ചായൻ മേളിൽ കയറും. മേളിൽ കയറിയിട്ട് കറക്കുന്ന താഴോട്ട് വിളിച്ചു ചോദിക്കും, കിട്ടിയോ? എന്തോ കിട്ടിയോന്നാ? ചിത്രം കിട്ടി. അപ്പോൾ നമുക്ക് ആഴ്ചയെ ഒന്നുള്ളായിരുന്നു തിരുവനന്തപുരത്ത് കൊടപ്പനക്കുന്നിന്ന് മലയാളം. അതിനു മുമ്പ് ഹിന്ദിയായിരുന്നു. പിന്നെ വന്നപ്പോൾ അന്ന് ചിത്രഹാറൊക്കെയാണ്. പിന്നെ ചിത്രഗീതമൊക്കെ വന്നു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് ചാനൽ വരാൻ തുടങ്ങി. ചാനൽ വന്നപ്പോഴത്തേന് പിന്നെ ഏഷ്യാനെറ്റ് തൊട്ട് ഇങ്ങോട്ട് കുറേ ചാനലുകൾ വന്നു. പിന്നെ സ്പോർട്സ് TV ആയി, ഇതായി, ഇംഗ്ലീഷായി, മലയാളമായി, BBC ആയി, പിന്നെ ഒത്തിരി ഇതായി. പിന്നെ ഡിഷ് TV വന്നു. കുറേ കാലം മുമ്പോട്ട് പിന്നെയും പോയപ്പോഴാണ് ഒരു 2000-ന് ശേഷമാണ് ഫോൺ വരാൻ തുടങ്ങി. പ്രത്യേകിച്ച് കോവിഡിന് ശേഷമാണ് ഇത്രയും സ്മാർട്ട് ഫോണിന്റെ അധിനിവേശം കൂടിയത്, നെറ്റ് ഉപയോഗം കൂടിയത്. ലോകത്തെ ഏറ്റവും കൂടുതൽ നെറ്റ് ഉപയോഗിക്കുന്ന ഇന്ത്യക്കാരാണെന്നാണ് പറയുക, ഇന്ത്യയിലാണ്. അപ്പം ഇന്ന് മനുഷ്യനെ രൂപപ്പെടുത്തുന്നത് മീഡിയ ആണോ ബന്ധങ്ങളാണോ? മീഡിയയാണ്. ഒരു കുഞ്ഞ് ജനിച്ച് ഇച്ചിരി കഴിഞ്ഞാൽ കുഞ്ഞ് കരഞ്ഞാൽ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന എന്താ? ഇവിടോട്ടൊരു സാധനം കയറ്റി വെക്കും. എന്താ പാസിപ്പർ. ഉയ്യോ, അതെത്ര വട്ടം നിലത്ത് വീഴും, എന്നാലും അതെടുത്ത് താഴ്ത്തും. അതും പാസിപ്പറും വെച്ച് കയ്യിലെന്തോ കാണും? ഫോണോ ഒരു ടാബോ കാണും. അതും കൊണ്ട് കൊച്ചാട്. അപ്പൊ ഈ കൊച്ചിനെ രൂപപ്പെടുത്തുന്നത് എന്താണ്? മീഡിയ ആണ് അല്ലേ? കൊച്ചിനെ പിള്ളേരോട് ചോദിച്ചു, മീഡിയ. പക്ഷെ നമ്മളെല്ലാം രൂപപ്പെടുത്തിയത് ബന്ധങ്ങളാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം ബന്ധമാണ്. ദൈവത്തിന്റെ സ്വരൂപമാണ് മനുഷ്യൻ. എന്തുമാത്രം ബന്ധങ്ങളാണ് ഒരു മനുഷ്യനുള്ളത്. എന്നെ ഒന്ന് ശ്രദ്ധിക്കണേ. എന്തുമാത്രം നമ്മളെന്ന വ്യക്തി, നമ്മൾ അല്ലെങ്കിൽ അപ്പനും ഉണ്ട്, അമ്മയും ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അപ്പായി അമ്മയായി. ഈ അപ്പന് ബന്ധങ്ങൾ എന്തുമാത്രം ഉണ്ടെങ്കിൽ അപ്പനും അമ്മയും
മൂത്ത അച്ചാച്ചനുണ്ടെങ്കിൽ ഇളയത്തങ്ങളെ മൂത്തതിനെ എന്താ വിളിക്കും? ഇളയത്തങ്ങൾ മൂത്തതിനെ എന്താ വിളിക്കും? ആണാണെങ്കിൽ എന്താ വിളിക്കും? അച്ചാച്ചൻ. അച്ചാച്ചന്റെ ചേട്ടനുണ്ടെങ്കിലോ വല്യച്ചാച്ചൻ. ആ വല്യച്ചാച്ചന് ചേട്ടനുണ്ടെങ്കിലോ കുഞ്ചായൻ. എനിക്കറിയത്തില്ല, ഞങ്ങളുടെ ഇവിടെ വിളിക്കുന്ന കുഞ്ചായൻ. ഞങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് ഒരു കുഞ്ചായൻ. ഞങ്ങളുടെ മൂത്ത കസിൻ കുഞ്ചായനാണ്, ഏറ്റവും മൂത്ത ആള്. അതിനിടെ അച്ചാച്ചന്മാരുള്ളതുകൊണ്ട് കുഞ്ചായൻ വിളിച്ച് കേട്ടിട്ടുണ്ടോ? ആ, ഓക്കെ. ഇനി മൂത്ത ചേച്ചിയാണെങ്കിൽ ചേച്ചി, ചേച്ചിയുടെ മൂത്ത ഉണ്ടെങ്കിൽ വലിയ ചേച്ചി, അല്ലേ? വലിയ ചേച്ചി. അപ്പം ചേച്ചിയായി, വലിയ ചേച്ചിയായി. ഇനി അപ്പന്റെ ചേട്ടനുണ്ടെങ്കിൽ വലിയപ്പ, ചേട്ടന്റെ ഭാര്യ വലിയമ്മ, അപ്പന്റെ അനിയൻ ഉപ്പാപ്പൻ, ഉപ്പാപ്പന്റെ ഭാര്യ ആന്റിയോ എന്താണെന്ന് വെച്ചാൽ. ഇനി ഉപ്പാപ്പന്റെ അനിയൻ അതാരാ പറഞ്ഞേ? കൊച്ചുപ്പാപ്പൻ. ശരിയാണ്, കൊച്ചുപ്പാപ്പൻ. കൊച്ചുപ്പാപ്പനെ കഴിഞ്ഞുണ്ടോ? ഉപ്പാപ്പൻ, കൊച്ചുപ്പാപ്പൻ. ഇനിയും അമ്മയുടെ ചേടത്തി വല്യമ്മ, അമ്മയുടെ അനിയത്തി കുഞ്ഞാന്റി, ആന്റി. പിന്നെ താഴോട്ടുണ്ടെങ്കിൽ എന്താ? കുഞ്ഞാന്റി, 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 കുഞ്ഞാന്റിയും കുഞ്ഞങ്ങളും. അങ്കിള്, കുഞ്ഞാന്റി. ആയോ? ആയി. ഇനി അമ്മയുടെ ആങ്ങള അമ്മാച്ചൻ, അമ്മാച്ചന്റെ ഭാര്യ അമ്മായി, അമ്മാച്ചന്റെ ചേട്ടൻ വല്യമ്മാച്ചൻ, വല്യച്ഛൻ. ഞങ്ങൾ റാന്നിക്കാര് വല്യച്ഛൻ എന്നാണ് വിളിക്കുന്നത്. വല്യച്ഛനും വല്യമ്മായി. ഇളയത് കൊച്ചച്ഛനും കൊച്ചമ്മായി. ഇനി ഇടയ്ക്കൊരു അമ്മാച്ചൻ ഉണ്ടെങ്കിൽ അമ്മാച്ചനും അമ്മായി, വല്യമ്മാച്ചൻ, വല്യമ്മായി, വലിയ അച്ഛൻ, അമ്മായി, കൊച്ചച്ഛൻ, കൊച്ചമ്മായി. ആയോ? എന്തുമാത്രം ബന്ധങ്ങളായി. പിന്നെ വല്യപ്പച്ചൻ ഉണ്ടെങ്കിൽ അപ്പച്ചനും അമ്മച്ചി, അവരുടെ അനിയൻ കൊച്ചപ്പച്ചനും കൊച്ചമ്മച്ചി, കൊച്ചപ്പച്ചനും കൊച്ചമ്മച്ചി. എന്ത് ബന്ധങ്ങളായി. ഇനി മൂത്ത ഒരു പെങ്ങളുണ്ടെങ്കിൽ കെട്ടിച്ചു വിട്ടാൽ ആരായി? പിള്ളേർക്ക് മാവി, നമുക്ക് അവിടെ ഭർത്താവ്, ചേച്ചിയുടെ ഭർത്താവ് അളിയൻ. മൂത്തളിയനുണ്ടെങ്കിൽ വെല്ലളിയനും കൊച്ചളിയനും. അളിയന് ഭയങ്കര ധാരിയ. അളിയ, പൊന്നളിയ, തിന്നളിയ, ചപ്പാത്തി. അളിയൻ വന്ന എന്തൊരു സാധനമാണെന്നറിയാം? മൂത്തളിയൻ വന്ന അല്ലേ? അളിയൻ, വെല്ലളിയനും കൊച്ചളിയനും. ഭയങ്കര ബന്ധമല്ലേ? വെല്ലളിയന് ഭയങ്കര സ്ഥാനമാണ് അളിയന്മാർക്ക്. ആണോ? പിള്ളേർക്ക് ഇതാരായി? മാവിയായി. ആയോ? അപ്പം എന്തുമാത്രം ഇവരെല്ലാം കൂടെ എടുത്തു നടന്നാണ് ഈ കൊച്ചിനെ എന്ത് ചെയ്യുന്നത്? വളർത്തുന്നത്. എന്തുമാത്രം ബന്ധങ്ങളായി. പിന്നെ ഇവരുടെ എല്ലാം മക്കളുണ്ട്. അവരെല്ലാം അച്ചാച്ചന്മാരായി, ചേച്ചിമാരായി. ഇന്ന് മനുഷ്യന് ബന്ധങ്ങൾ കുറഞ്ഞു. മീഡിയ ഫോം ചെയ്തപ്പോൾ മറക്കരുത്, അവർക്ക് ആകെപ്പാടെ അറിയാവുന്ന അങ്കിളിനെ ആന്റിയാണ്. സ്കൂളിൽ കൊണ്ടുവന്ന വണ്ടി ഓടിക്കുന്ന ആരാ? അങ്കിള. അമ്മയുടെ ആങ്ങളുടെ ഭാര്യ ആരാ? ആങ്ങളെ ആരാ? അങ്കിള. വീട്ടിൽ ജോലിക്ക് വരുന്ന ആരാ? ആന്റിയാണ്. അമ്മയുടെ ആങ്ങളുടെ ഭാര്യ ആരാ? ആന്റിയാണ്. പിന്നെ എല്ലാം അറിയാവുന്ന ഒറ്റയുള്ളൂ കസിൻ. പിന്നെ ഫസ്റ്റ് കസിനും ഏത് വകയിലാന്ന് ചോദിച്ചാൽ മോനെ എങ്ങനെയാണ് നിന്റെ കസിൻ? അതൊന്നും എനിക്കറിയത്തില്ല. നിന്റെ ആരാണ്? ഹിസ് മൈ കസിൻ. കസിൻ, കസിൻ. അപ്പാടെയാണോ അമ്മയുടെ? അതൊന്നും ചോദിക്കില്ല അങ്കിളെ. ഹീസ് മൈ കസിൻ. വി ഹാവ് എ കസിൻസ് ഗ്രൂപ്പ്. സത്യത്തിൽ ബന്ധമല്ല എവിടായി? ഗ്രൂപ്പിലായി. ഫാമിലി പോലും സംസാരിക്കുന്ന എവിടായി? ഗ്രൂപ്പിലായി. അവനെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തോ? ഞാൻ ഗ്രൂപ്പിലിട്ടായിരുന്നു. അവർ ഹാപ്പി ബർത്ത്ഡേ ഇടും. അതിൻ്റെ അടിയിലോട്ട് എല്ലാവരും ഒന്ന് ടാഗ് ചെയ്ത് നമ്മുടെ ബന്ധം തീർന്നു. നേരെ വിളിച്ച് പറയത്തില്ല, എല്ലാവരും ടാഗ് ചെയ്ത് ഹായ്, ഹാപ്പി. ഇതൊന്ന് വിളിച്ച് പറഞ്ഞായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമാവും. ഇങ്ങനെ ഒന്ന് ഞെരുക്കിയിട്ട് താഴെ ഒരു കൂപ്പ് കൈ, തീർന്നു നമ്മുടെ ബന്ധം. സത്യത്തിൽ ഇന്ന് മനുഷ്യന്റെ എന്തോ സ്വരൂപം, ദൈവത്തിന്റെ സ്വരൂപത്തിൽ തീർന്ന മനുഷ്യൻ ബന്ധത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ്. എന്ത് കുറഞ്ഞു? ബന്ധങ്ങൾ കുറഞ്ഞു. ഇനി ഞാനൊരു ബന്ധക്രിസ്തുവിന്റെ പാസ്റ്റർ ആയതുകൊണ്ട് പറയാം, ഭയങ്കര ബന്ധമായിരുന്നു പാസ്റ്റർമാർക്ക്. ഞങ്ങളുടെ പാസ്റ്റർ അപ്പച്ചനും പാസ്റ്റർ അമ്മച്ചി എന്തോ ബന്ധമെന്നറിയാം. പാസ്റ്റർ അമ്മച്ചിയും പാസ്റ്റർ അപ്പച്ചനും. കുറച്ചുകൂടെ കൊച്ചു പിള്ളേരാണെങ്കിൽ പാസ്റ്ററും പാസ്റ്റർ ആന്റി. പാസ്റ്റർ അപ്പച്ചനൊക്കെ ഇപ്പോൾ ഈ പെട്ടെന്ന് 1 വർഷം 2 വർഷം ഇരുന്ന് പോകുന്നവരല്ല. വർഷങ്ങളിരുന്ന് ഇതുപോലെ IELTS പാസ്സായി, നേഴ്സിംഗ് പാസ്സായപ്പോൾ സ്മാഷ് ചെയ്ത് അപ്പുറത്തിട്ട് അടിച്ച അമ്പച്ചനാ. അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയും, അവർ വന്നിരുന്ന അന്ന് നിനക്ക് വേണ്ടി എന്ത് ചെയ്താ ഉപയോഗിച്ചാ, നിനക്ക് ശമ്പളം കിട്ടുമ്പോൾ ആരെയും മറക്കരുത്, പാസ്റ്റർ അപ്പച്ചനെ മറക്കരുത്. അയക്കുമ്പം കല്യാണത്തിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പിള്ളേർ വല്ലതൊക്കെ കൊടുക്കുമ്പോൾ അമ്മച്ചി 10 പേരെ കാണിക്കും. കൊച്ചെനിക്ക് എന്ത് ചെയ്തതാ എടുത്തു തന്ന. എന്നാലും അവളെന്നെ എന്ത് ചെയ്തില്ലല്ലോ, മറന്നില്ലല്ലോ. ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇന്ന് മനുഷ്യന്റെ എന്ത് കുറഞ്ഞു? ബന്ധങ്ങൾ കുറഞ്ഞു പോയ ലോകം.
അതുകൊണ്ടാണ് വേദപുസ്തകം ധ്യാനിക്കുമ്പോൾ ഓർക്കപ്പെടേണ്ട കാര്യം, നാം ദൈവത്തിന്റെ സ്വരൂപമാണെങ്കിൽ നമ്മെ സൃഷ്ടിച്ചതും എന്തിനു വേണ്ടിയാ? ബന്ധങ്ങൾക്ക് വേണ്ടിയാ. ബന്ധങ്ങൾ അറ്റുപോകുന്ന ഒരു ലോകത്ത് ദൈവത്തോടടുക്കുന്നവന് ബന്ധങ്ങൾ കൂടും. കാരണം ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ എന്നൊരു ചൊല്ലുണ്ട്, കേട്ടുണ്ടോ? ബ്ലഡ് ഈസ് തിക്കർ ദാൻ വാട്ടർ. പക്ഷെ ഇന്ന് തന്നെ ബ്ലഡ് ഒട്ടാത്ത ഒറ്റ കാര്യ, എല്ലാം മിനി ആസ്പിറിൻ എടുക്കുന്നുണ്ട്. ആസ്പിറിൻ എടുത്ത് ബ്ലഡ് തിന്നറായി. അതുകൊണ്ട് ബ്ലഡ് എന്ത് ചെയ്യുന്നില്ല? ഒട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം എക്കോസ്പ്രിൻ നിർത്തുക, കുറച്ചുകൂടെ ഒട്ടിപ്പിടിക്കാൻ തയ്യാറാകുക. അതല്ലേ മനുഷ്യൻ ബന്ധങ്ങൾ ഒട്ടുന്നില്ല. പ്രിയമുള്ളവരെ, ആ ബന്ധത്തിലെ ഏറ്റവും വലിയ നിഗൂഢമായ രഹസ്യമായ ബന്ധമായിരുന്നു ദാമ്പത്യം എന്ന് പറയും. ദാമ്പത്യ ബന്ധങ്ങൾ അതിലും വലിയൊരു രഹസ്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നുണ്ട്, ഈ രഹസ്യം വലുത്, ഞാൻ ക്രിസ്തുവിനെയും. അതൊരു വലിയ രഹസ്യമാണ്. ആ രഹസ്യത്തെ നമുക്ക് ഒരിക്കലും വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയില്ല. രണ്ടുപേരും ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ മരണം വരെ ജീവിക്കുക. എങ്ങനെയാ ജീവിക്കുക നമുക്ക് പോലും അറിയില്ല. പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതങ്ങ് ജീവിച്ചു പോവുകയല്ലേ. എന്തുകൊണ്ടാ? ആ ബന്ധം, ആ രഹസ്യം വലുതാ. ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചാ പറയും. ആ രഹസ്യത്തിലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുക. ഭർത്താവിന്റെ സ്നേഹം ഭാര്യയുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ സംപ്രീതനായ ദൈവം തമ്പുരാൻ അവളുടെ ഉദരത്തിൽ കൊടുക്കുന്ന സമ്മാനമാണ് കുഞ്ഞുങ്ങൾ എന്നാണ് പറയുക. ഭർത്താവിന്റെ സ്നേഹം ഭാര്യയുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ സംതൃപ്തിപ്പെടുന്ന കർത്താവ് അവളുടെ ഉദരത്തിൽ കൊടുക്കുന്ന സമ്മാനമാണ് ആര്? കുഞ്ഞുങ്ങൾ. അപ്പൊ കുഞ്ഞുങ്ങളിലൂടെ അവര് ദൈവത്തിന്റെ പ്രവൃത്തിയെ കാണുക. മക്കൾ ദൈവം നൽകുന്ന ദാനവും ഉദരഫലം അവിടുന്ന് തരുന്ന പ്രതിഫലമാണ്. ഈ ബന്ധങ്ങളുടെ എല്ലാം രക്തത്തിന്റെ ഒരു വിലയാണ്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ കുറിച്ച് പറയുന്നത്, അവൻ ദൈവത്തിന്റെ സ്വരൂപമാണ്, ദൈവത്തിന്റെ സാദൃശ്യമാണ്. ഒരു നിമിഷം ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഇന്ന് മനുഷ്യന് പണം കൂടിയപ്പം ബന്ധം കൂടിയോ ബന്ധം കുറഞ്ഞോ? പണവും സംവിധാനങ്ങളും കൂടിയപ്പം ബന്ധം കൂടിയോ ബന്ധം കുറഞ്ഞോ? സത്യസന്ധമായി പറഞ്ഞ എന്ത് കുറഞ്ഞു? ബന്ധങ്ങൾ, അല്ലേ? ബന്ധങ്ങൾ കുറഞ്ഞു. അതിലേറ്റവും വലിയൊരു ബന്ധമാണ് അപ്പനും അമ്മയുമായിട്ടുള്ള ബന്ധം. അതും ഇന്ന് എവിടെയൊക്കെ ഒന്ന് കുറയുക. ഒത്തിരി മക്കളുടെ വിദേശ മലയാളികളെ എനിക്ക് പരിചയമുണ്ട്. ഞാൻ എന്തുമാത്രം വീടുകളിൽ താമസിച്ചിട്ടുണ്ട്. ചിലരൊക്കെ എന്നോട് പറയും, ഇനിയിപ്പം നാട്ടിലോട്ട് പോകുന്നുണ്ടോ, എപ്പോഴാണ് പോകുന്നു ചോദിച്ചാൽ പറയും പോകുന്നില്ല. എന്താ കാര്യം? അവിടെ ആരെ കാണാൻ പോവുക? അപ്പനും പോയി, അമ്മയും പോയി. അപ്പനും അമ്മയും പോയാൽ പിന്നെ എന്തിനാ നാട്ടിൽ പോവുക? മറ്റേത് പറയാതൊക്കെ ചെന്നാൽ പോലും വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ പറയും, അച്ഛൻ വരണ്ട, ടാക്സി വിട്ടാൽ മതി, ഇന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും പെട്ടിയും വലിച്ചുകൊണ്ട് കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങി വരുമ്പോൾ ആ വാതിക്കെ എത്തി നോക്കി ഒരാൾ കാണും. ആരാ? അപ്പന. കയറുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടും, വയ്യാതെ വെളുപ്പാങ്കാലത്ത് വന്ന് നിൽക്കുക, വല്ല ആവശ്യമുണ്ടായിരുന്നു, ഇത്രയും വയ്യാഞ്ഞിട്ട് വന്നേ എന്തിന്? എന്നാലും അപ്പം പോയി കഴിയുമ്പോഴാണ് ഇങ്ങനെ പെട്ടിയും വലിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് തോന്നും അവിടെ ആരും കാത്തിരിപ്പില്ല. ഊബർ വിളിച്ച് കാറിന്റെ സീറ്റേ കയറി ഇരിക്കുമ്പോൾ ഓർക്കുക, കാത്തിരിക്കാൻ ആരും ഇല്ലാത്തൊരു മനുഷ്യൻ. കാത്തിരിപ്പിന്റെ വിലയൊക്കെ പിന്നെ പഠിക്കുള്ളൂ. മറക്കരുത്. കൂടപ്പുറപ്പുകളും അതുപോലെ. കൂടപ്പുറപ്പുകളുടെ ബന്ധം വലുതല്ലേ. ഞാൻ സാറിന് പറയാറുണ്ട്, എൻ്റെ അപ്പം മരിച്ചുപോയി, അമ്മ 2010 മരിച്ചു. ഞാൻ എവിടെ പോയിട്ട് വന്നാലും, അന്ന് എൻ്റെ ഒരു ജീപ്പും ഒരു ബൈക്കും ഉണ്ട്. എൻ്റെ ബൈക്കിന്റെ ശബ്ദം കേൾക്കുമ്പോൾ 1 മണി 2 മണിയാണ് ഞാൻ മിക്കപ്പോഴും വരിക. അല്ല, എൻ്റെ ജീപ്പിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അമ്മ ആരോടും പറയാതെ കഥ തുറക്കായിരുന്നു. എങ്ങനെ ഈ ശബ്ദം അറിയാന്ന് എനിക്കറിയില്ല. ഇപ്പോഴും എനിക്കത് രഹസ്യമാണ്. എന്ത് വണ്ടികൾ പോകുന്ന റോഡിന്റെ സൈഡിൽ താമസിക്കുന്ന എൻ്റെ അമ്മ വീടിന്റെ ശബ്ദം, മകന്റെ ജീപ്പിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എങ്ങനെ അമ്മ അറിയുക? ആരും വിളിക്കണ്ട, അമ്മ കഥ തുറക്കും. 2010 അമ്മ മരിച്ചു കഴിഞ്ഞ് അപ്പനുണ്ടായിരുന്നു. ഞാനിങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നോക്കിയിരിക്കും. ഒരു 1 മണിയൊക്കെ 12:45 ആകുമ്പോൾ എനിക്ക് കോള് വരും, നീ എവിടെ ആയെന്ന്. വരുന്നുണ്ട്. ചെല്ലുമ്പം 1 മണി 2 മണി വരെയൊക്കെ ആണെങ്കിലും ആ കസേരയിൽ ഇങ്ങനെ ചാരു കസേര കിടക്കും. കിടന്നിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ എൻ്റെ വെട്ടം കാണുമ്പോൾ എഴുന്നേറ്റ് പോകും. ഓക്സിജൻ സിലിണ്ടർ അടുത്ത് കാണും, ആരെങ്കിലും വലിച്ചുകൊണ്ട് പോകും. ഇങ്ങനെ എഴുന്നേറ്റ് പോകുമ്പം കൈലിയെല്ലാം ഊർന്നു പോകും. ആ കൈലി ഇങ്ങനെ ഊത്തിപ്പിടിച്ച് പതുക്കെ നടന്ന് മിണ്ടാതങ്ങ് പോയി കിടക്കും. ഇടയ്ക്ക് ചോദിക്കും എവിടെ ആയെന്ന്. എന്ന് അപ്പനും പോയി അമ്മയും പോയ പിന്നെ ഞാൻ മനസ്സിലാക്കുന്നൊരു സത്യമുണ്ട്, ഭാര്യ എവിടെ പോയി എവിടെ ആയെന്ന് ചോദിക്കുമെന്നല്ലാതെ എവിടെ ആയെന്ന് ചോദിക്കാൻ ആരാ ഉള്ളേ? എവിടെ ആയെന്നാ ചോദിക്കാൻ ആരാ ഉള്ളേ? ബന്ധങ്ങൾ. കൂടപ്പിറപ്പും പോയി. എത്രയോ വട്ടം ഞാൻ അറിയാതെ
വണ്ടി ഓടിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ ചെന്ന് വാതുക്കൽ. അപ്പോഴെ ഓർക്കുക അവളും മരിച്ചുപോയി, പിള്ളേരെ കെട്ടിച്ചും വിട്ടു, അടിയും വേറെ പെണ്ണും കെട്ടി. എവിടെ പോവുക? എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഇന്ന് പെങ്ങൾ മരിച്ച പിന്നെ അവധിക്ക് ഞാൻ പിള്ളേരെ എവിടെ വിടും? ഇടയ്ക്കിടയ്ക്ക് കൊച്ചുങ്ങൾ ചോദിക്കുക, അവധിക്ക് എവിടെ എന്നെ വിടുക? മറ്റേ അവധിക്ക് വിടുന്ന പെങ്ങളുടെ വീട്ടിലായിരുന്നു. അവധിയായ അവൾ വയ്യായെങ്കിലും കൊണ്ടുപോകായിരുന്നു. 10,500 വിശ്വാസികളുള്ളൊരു ദൈവദാസന്. പക്ഷെ എൻ്റെ കൊച്ചിനെ ഞാൻ അവധിക്ക് എവിടെ വിടും? അവൻ ചോദിക്കും, അവധിക്ക് എന്നെ എവിടെ വിടുക? ഏറ്റവും വലുത് ദൈവം തന്ന ബന്ധങ്ങളാണ്. പക്ഷെ ഈ മനുഷ്യരെല്ലാം പിണങ്ങി ജീവിക്കുക. മനുഷ്യരെല്ലാം പൈസയുടെ പേര് കണക്കും പറഞ്ഞ് അതും പറഞ്ഞ് ജീവിക്കുക. മറക്കരുതേ, ദൈവം നമ്മെ വിളിച്ചത് ബന്ധത്തിന് വേണ്ടിയാ, ബന്ധങ്ങൾക്ക് വേണ്ടിയാ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് എല്ലാ ബന്ധങ്ങളെ ഒന്ന് ഓർത്തേ. ആരോടെങ്കിലും പിണങ്ങിയിരിപ്പുണ്ടോ? ഇനി ആരെയെങ്കിലും വിളിക്കാനുണ്ടോ? ഒരു കാര്യമില്ലാതൊക്കെയാ ചെല്ലൊക്കെ. ചെറിയൊരു കാര്യത്തിന് അപ്പനോട് പിണങ്ങിയ ഒരു മനുഷ്യൻ, ഒരു ചെറുക്കൻ, ഒരു കൊച്ചൻ അമേരിക്കയിലാ. ഞാനൊരിക്കൽ ഇങ്ങനെ പ്രസംഗിച്ച് അവിടെ ചെന്ന്, നീ അപ്പനോട് മിണ്ടാറുണ്ടോ കുഞ്ഞെ? അവൻ പോരാൻ നേരത്ത് എൻ്റെ കുറച്ച് സാധനം തന്നു, 3-4 അമേരിക്കൻ ഷർട്ടാ. എന്നെ കൊണ്ടു, പാഷേ ഒന്ന് കൊണ്ടു കൊടുക്കണം. ശരി മോനെ. ആ അപ്പന് ഇമ്മൻസിലി റിച്ചാണ്. അയാളുടെ കീഴിൽ ഒത്തിരി ജോലിക്കാരുള്ള ഒരു കമ്പനി നടത്തുന്ന മനുഷ്യനാണ്. അജാന ബാഹു സുന്ദരൻ, കോട്ടയത്തിനടുത്താ. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ അവിടെ പോയിട്ട് വരിക, മകൻ്റെ ഒരു സാധനം തന്നിട്ടുണ്ട്, സന്തോഷം. ഞാനിതുമായിട്ട് പോകുമ്പോൾ MC റോഡ് ബ്ലോക്കാ, പണി നടക്കുക. ഇയാൾ അപ്പുറത്ത് കാറിട്ടിട്ട് ഈ സുന്ദരനായൊരു മനുഷ്യൻ തേച്ചലക്കിയ, കോട്ടയംകാരൻ അച്ചായന, തേച്ചലക്കിയ ഷർട്ടും മുണ്ടൊക്കെ ഇട്ട് ഞാനിത് കൊടുത്തപ്പോൾ എൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നടുറോടി കരയ്യ. കുറേ നാൾ അവൻ ആഗ്രഹിച്ചു അവൻ്റെ ഒരു ഷർട്ട് കിട്ടാൻ. നന്ദിയുണ്ട് പാസ്റ്ററെ, വേണ്ടിയിട്ടല്ല, ഞാൻ കോട്ടൺ ഇടുന്ന ആളാ. എന്നാലും അവൻ എന്തെങ്കിലും കൊടുത്തു വിടുന്നത്. ഇന്ന് അയാളും പോയി, ഇനി ഷർട്ട് കൊടുത്തു വിട്ടാലും മേടിക്കാൻ ആളില്ല. തമ്പുരാനെ, ജീവിച്ചിരിക്കുമ്പം കുറച്ചുകൂടെ ഒന്ന് സ്നേഹിക്കാനുള്ള കൃപ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം കണ്ണുകളെല്ലാം ഒന്ന് അടച്ച്. ഞാനിന്ന് ക്രൂശിനെ ദാനിക്കാനൊന്നും പറയുന്നില്ല. പക്ഷെ ഞാൻ ക്രൂശി കണ്ടത് മുഴുവൻ ബന്ധമാണ്. ക്രൂശി കണ്ടത് മുഴുവൻ ബന്ധമാണ്. എന്തിനപ്പാ എനിക്ക് മനുഷ്യനായി എന്നെ ജനിപ്പിച്ചത്? ബന്ധങ്ങൾക്ക് വേണ്ടിയാ. ഒരു കാര്യമില്ലാതെ മനുഷ്യൻ ഇടറിപ്പോവുകയാണ്. കണ്ണുകളെല്ലാം അടച്ചൊന്ന് പ്രാർത്ഥിച്ച് കുറച്ചുകൂടെ എല്ലാവരെയും സ്നേഹിപ്പാൻ, കുറച്ചുകൂടെ എൻ്റെ ബന്ധങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിന് അപ്പുറത്ത് കാണാൻ, കുറച്ചുകൂടെ എൻ്റെ ബന്ധങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിന് അപ്പുറത്തൊന്ന് സ്നേഹിപ്പാൻ എന്നെ സഹായിക്കണമെന്ന് എത്ര പേർ ദൈവത്തോട് പ്രാർത്ഥിക്കും. വളർന്നതും വളർത്തിയവരെയും ഒക്കെ ഒന്ന് ഓർത്തേ. ഇനി ആരൊക്കെ ബാക്കിയുണ്ട് ഒന്ന് വിളിക്കാൻ? ഓരോരുത്തർ ഇങ്ങനെ പൊഴിഞ്ഞു പോകുന്നതിന് മുമ്പ് കുറെ കൂടെ ഒന്ന് വിളിക്കാൻ. മനുഷ്യന്റെ ജാടയും മനുഷ്യന്റെ ധാർഷ്ട്യവും മനുഷ്യനാണെന്ന് മറന്നുള്ള വൈരാഗ്യവും പിണക്കവും ഒക്കെ കാണുമ്പോൾ ഞാൻ ഈ കൊച്ചു മനുഷ്യരിൽ കാണുന്ന സ്നേഹം കണ്ട് അത്ഭുതപ്പെടുകയാണ്. കൊച്ചു മനുഷ്യരിൽ കാണുന്ന സ്നേഹം. 100 കിലോ പ്രായമുള്ള ഒരു അമ്മച്ചി എനിക്കുണ്ട്, ഞങ്ങളുടെ ചർച്ചിലെയാണ്. അമ്മച്ചി അസുഖമായിട്ട് കിടന്നിട്ട് കാണാൻ പോകാൻ ഒത്തില്ല, കാണാതെ ഞാൻ കയറിപ്പോന്നേ. ഇപ്പൊ ശ്വാസം മുട്ടുന്നോണ്ട് കമമാ കിടക്കുന്നേ. ഞാനോർത്ത് എന്നോട് പിണക്കായിരിക്കുമെന്ന്. ഞാനിവിടെ വന്നു കഴിഞ്ഞ് എന്നെ കൊണ്ടുവന്ന എൻ്റെ ഒരു അച്ചാച്ചനുണ്ട്, ഞങ്ങളുടെ സഭയിലെ മെമ്പർ കൂടാ. അമ്മച്ചി അച്ചായനെ വിളിച്ചെന്ന്, എൻ്റെ മോൻ അവിടെ ഉണ്ട്, അവൻ കാണാൻ വന്നില്ലെങ്കിലും സമയമില്ലാത്തതുകൊണ്ടാ, നീ അവനെ നോക്കിക്കോണേ, അവനെ സങ്കടപ്പെടുത്തല്ലേ. കൊച്ചു മനുഷ്യരുടെ സ്നേഹങ്ങൾ, വലിയ മനുഷ്യരുടെ, വലിയവെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസം കൊണ്ടും പണം കൊണ്ടും ഒക്കെ വലുതാകുമ്പോൾ, ഇല്ലാതാകുമ്പോൾ
വേദപുസ്തകം പറയുന്ന ഒരു ബന്ധമുണ്ട്. ഇൻ ഹിസ് ഇമേജ് ആൻഡ് ഇൻ ഹിസ് ലൈക്ക്നെസ്. ആ അപ്പൻ എല്ലാം മോന് കൊടുത്തു, എല്ലാം പിതാവാം ദൈവം എല്ലാം മോന് കൊടുത്തു. എന്നിട്ട് ആ മോൻ എന്നും രാത്രി അപ്പനെ കാണാൻ പോവുക മലയുടെ മുകളിൽ. ആ അപ്പനും മോനും കൂടെ വെളുക്കോളം വർത്തനം പറയും. I was amazed. I was amazed. I was amazed. ഈ അപ്പനും മോനും കൂടി ഈ വെളുക്കോളം എന്താ വർത്തനം പറയുക? എന്നിട്ട് 3.5 വർഷക്കാലം വെളുക്കോളം മോൻ അപ്പനോട് വർത്തനം പറഞ്ഞ് എല്ലാ ദിവസവും. പിന്നെ പല ചേരിപ്പെട്ട ഈ 12 എണ്ണത്തെ കൊണ്ട് നടന്നു, ഒരു ചരടി കോർത്ത് പോലെ. ആ സ്നേഹത്താൽ, ആ ബന്ധത്താൽ എന്നെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം പ്രാർത്ഥിച്ചു, കർത്താവിനോട് പ്രാർത്ഥിച്ചു. എന്റെ ബന്ധങ്ങളെ കുറച്ചുകൂടെ അടുപ്പിക്കണേ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ച്. എനിക്ക് സത്യത്തിൽ പിണങ്ങാൻ പേടിയാ കേട്ടോ. എനിക്ക് സത്യത്തിൽ പിണങ്ങാൻ പേടിയാ. ഞാനിത് പലയിടത്തും പറയാറുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല. എൻ്റെ അപ്പൻ 75-ാമത്തെ വയസ്സിൽ പോയി, അമ്മ 68 പോയി. തമ്പുരാനെ, എനിക്കും പ്രായം കൂടുതലാണല്ലോ, ഇനി എത്ര ദിവസം കാണും? ആകപ്പാടെ 80 വർഷമാണ് മനുഷ്യന് ഭൂമിയെ അനുവദിച്ചത്. അടുത്തിടയ്ക്ക് കുറച്ചാക്കുമ്പോൾ ഞാനും ഭാര്യയും കൂടെ ഒന്ന് കണക്ക് കൂട്ടി എത്ര വയസ്സ് കാണും. ഇപ്പം വയസ്സ് 53 കണക്ക് കൂട്ടിയപ്പോൾ 9,000 ദിവസമുള്ളൂ. ഞാൻ മഹാപിണക്കക്കാരനായിരുന്നു. കാണിക്കത്തില്ല പുറത്ത്, വിശുദ്ധ പാസ്റ്ററല്ലേ. പിണങ്ങിയാൽ ഞാൻ സെറ്റിയെ കിടക്കും, അത്രയൊക്കെ ഉള്ളൂ. വേറെ പിണങ്ങും. ആ ദിവാങ്കോട്ടെ കിടന്നങ്ങ് ഉറങ്ങും. ഭയങ്കര ഇവിടെ ഇനി എഴുന്നേറ്റ് വരാൻ വയ്യ. കൂട്ടത്തിൽ കുറെ പിള്ളേരും കാണും, ആ ഘട്ടത്തിൽ കിടക്കും. പിണങ്ങി കണക്കൊക്കെ കൂട്ടിക്കഴിഞ്ഞൊരു ദിവസം ഞാൻ രാത്രി വന്ന്, ഞങ്ങൾക്ക് രാത്രി പ്രാർത്ഥനയുണ്ട്. എന്നിട്ടപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള മക്കളൊക്കെ ചെല്ലാം, അവിടെ തന്നെ ഞാൻ കിടക്കും. ഞാനും അവരുടെ ഇടയിൽ ആ ദിവാങ്കോട്ടെ അവിടെ കിടന്നപ്പോൾ എൻ്റെ ഭാര്യ വന്ന് ഞാൻ തോണ്ടി വിളിച്ചു, വരുന്നുണ്ടോ കിടക്കാൻ? മുറി വന്ന് കിടക്കുന്നു. ഇല്ല, ഞാനിന്നിവിടെ കിടന്നോളാം. അവൾക്കറിയാൻ ചെറിയ പിണക്കമുണ്ടോ. അവളുടെ ചെവി പറഞ്ഞു, ഇത്രയും ദിവസമുള്ളൂ, എന്നാ വേണ്ടെങ്കിലും ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇത്രയും ദിവസമല്ലേ ഉള്ളൂ. ഞാൻ അറക്കുന്നിടത്ത് ആടിനെ കൊണ്ടുവന്നാൽ അറിയാതെ എഴുന്നേറ്റ് പോയിപ്പോൾ. കാരണം ഇത്രയും ദിവസമല്ലേ ഉള്ളൂ. ഒരു ദിവസം പിണങ്ങിപ്പോയെങ്കിൽ അത്രയും ദിവസം പോവല്ലേ. കർത്താവേ, മനുഷ്യരെ ഒന്ന് സ്നേഹിക്കാനും കുറച്ചുകൂടെ ചേർത്ത് പിടിക്കാനും ഉള്ളൊരു കൃപ എളിവന് തരണമെന്ന് പ്രാർത്ഥിക്കുന്നവരെല്ലാം ബന്ധങ്ങളെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിച്ച്, ഒപ്പം അവരൊക്കെ ഉള്ളതിൻ്റെയൊക്കെ വില. അപ്പനും അമ്മയും എൻ്റെ മരിച്ചുപോയി. ഇനിയും ബാക്കിയുള്ളത് വൈഫിൻ്റെ അപ്പനും അമ്മയാണ്. നിർബന്ധിച്ച് ഞാൻ അവരെ എൻ്റെ കൂടെ കൊണ്ടുവന്നു. അവർക്ക് സന്തോഷമാണ് പിള്ളേരെയൊക്കെ നോക്കാൻ. ഞാനൊരു ദിവസം സ്റ്റേറ്റ്സിൽ ഇരുന്നുകൊണ്ട് എൻ്റെ മോൻ എന്നെ വിളിച്ചു. അപ്പം ഞങ്ങളുടെ ഹോളും വീടും ഒക്കെ ഇങ്ങനെ അഡ്ജസ്റ്റൻ്റാ. അമ്മമാർ പിള്ളേരെല്ലാം കൂടെ ഹോളിൽ കിടക്കുക. ഇവൻ രാത്രിയിൽ ഒരു 2 മണിയായപ്പോൾ എന്നെ വിളിച്ചു. വെറുതെ ഉറക്കം വരുന്നില്ല അപ്പാന്നും പറഞ്ഞാൽ ഇറങ്ങി ചെന്നിട്ട് ഇവൻ്റെ കൈ ഫോൺ ഇരിപ്പുണ്ട്. ഞാൻ പുറത്താ, ഞാൻ അമേരിക്കയിൽ ഇരിക്കുക. 2:30 വെളുപ്പിന് 3 മണിയാകുന്നു. 2:30. അപ്പം അവിടെ അമേരിക്ക പകലായതുകൊണ്ട് ഇവനെ വിളിക്കുക. വിളിച്ചോണ്ട് ഇറങ്ങി വന്ന ഇവൻ പേടിക്കുന്ന എനിക്ക് കേൾക്കാം. ആരാന്നാ ചോദിച്ച്, എനിക്കറിയാം ആരാന്നാ ചോദിച്ച്, മര്യാദയ്ക്ക് പറഞ്ഞു ആരാന്നാ ചോദിച്ചു. എനിക്ക് മനസ്സിലായി ഇവൻ കല്ലോ വല്ല എറിയ. എടാ ഞാൻ പറഞ്ഞു മിണ്ടല്ല, നീ നോക്ക് ആരാന്ന്. നോക്കിയപ്പോൾ എൻ്റെ അമ്മായിപ്പനാ. ആരെ ഉണർത്താതെ 3 മണിക്ക് പുറത്തിറങ്ങി കസേരയിരുന്ന് പ്രാർത്ഥിക്കുക. ആരെ ഉണർത്താതെ പതുക്കെ ഇറങ്ങി, ലൈറ്റ് പോലും ഇടാതെ. ചെറുക്കം പേടിച്ചു പോയി. അവരൊക്കെ പോയാൽ പിന്നെ ആരാ പ്രാർത്ഥിക്കുക? 3 മണിക്ക് മോൻ അമേരിക്കയില ശുശ്രൂഷയ്ക്ക് പോയേക്കുക, കുഞ്ഞുങ്ങൾ പഠിക്കാൻ പോയേക്കുക. അവൻ പേടിച്ചു പോയി, ഞാൻ പേടിച്ചു പോയി. കല്ല് വല്ലതും വലിച്ചെറിഞ്ഞായിരുന്നെങ്കിൽ, അവൻ വല്ല എറിയോ വല്ലതും ചെയ്തായിരുന്നെങ്കിൽ എന്തോ ചെയ്തേനെ. ഏതായാലും അതിനു മുമ്പ് പപ്പായെന്ന് പറഞ്ഞു. എന്തെടുക്കുക? ആരോടും പറയാതിരുന്ന് പ്രാർത്ഥിക്കുക. ചെറിയ കാര്യമാണോ? എല്ലാവരും ചേർത്ത് പിടിക്കാൻ എനിക്ക് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ നമുക്ക് എഴുന്നേക്കാം, പ്രാർത്ഥിക്കാം. ഫാമിലിയായിട്ട് വന്നവരൊന്ന് ഫാമിലിയായിട്ട് നിന്ന് പ്രാർത്ഥിച്ചാൽ ഇറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ്. കസിൻസ് ഉണ്ടെങ്കിൽ, സിസ്റ്റേഴ്സോ ബ്രദേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ
ഒന്നിച്ചിരുന്നു പ്രാർത്ഥിച്ച്. പേരൻസ് നാട്ടിലോ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച്, അല്ല നാട്ടിലാണെങ്കിൽ ഇന്ന് ചെന്നിട്ടൊന്ന് വിളിക്കണം, അല്ല നാളെ ഒന്ന് വിളിക്കണം, കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് പിടിക്കാൻ. വെളുപ്പിനെ 3 മണിക്ക് ഒരാളിങ്ങനെ ഉണർന്നിരിക്കുക, പ്രാർത്ഥിക്കാൻ. എന്റെ സ്വരൂപം ബന്ധങ്ങളാ. പിന്നെ എന്റെ സഭ, എനിക്കെന്നും ഭയങ്കര ബഹുമാന സഭയോട്. പാസ്റ്റർക്ക് അസുഖം വന്നാൽ പ്രാർത്ഥിക്കാൻ, ഒരു വിശ്വാസിയെ കണ്ടില്ലെങ്കിൽ എന്താ തിരക്കാൻ, ഒരു അസുഖം വന്ന് കിടന്നാൽ ഓടി വരാൻ, കൂടപ്പുറപ്പുകളെക്കാട്ടിലും നല്ല കുറെ ബന്ധങ്ങൾ. എല്ലാ ബന്ധങ്ങളെയും ചേർത്ത് പിടിച്ച് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്തേ. കുറച്ചുകൂടി ഞങ്ങളുടെ ബന്ധത്തെ ഒന്ന് അടുപ്പിക്കണേ, കുറച്ചുകൂടി ഞങ്ങളുടെ ബന്ധത്തെ ഒന്ന് അടുപ്പിക്കണേ.